Morning. Good morning, Miss. Morning. Good morning, ma'am. Okay. Once again, കുറെ നാളുകൾക്ക് ശേഷമല്ലേ നമ്മൾ കാണുന്നത്. നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്തോ? ഞാൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഓർത്തോ? ഓർത്തു ടീച്ചർ. ഓക്കെ, താങ്ക് യു. നമ്മൾ കേൾക്കാൻ ഒരു സെക്കൻഡ് ടൈം മീറ്റ് ചെയ്യണേ. എന്തോ സെക്കൻഡ് ടൈം മീറ്റ് ചെയ്യുന്നത്. യെസ്. സോ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല അല്ലെ? കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ടീച്ചേഴ്സ് എല്ലാരും നിങ്ങളെ പരിചയപ്പെടുമായിരുന്നു എന്നൊക്കെ എന്നോട് ഷെയർ ചെയ്തിരുന്നു. ഓക്കെ, സോ നമുക്കൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. വി ക്യാൻ ഡയറക്ട്ലി ജംപ് ഇൻ ടു അവർ സബ്ജക്ട്. നമുക്ക് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയും. അപ്പൊ ഇന്ന് രാവിലെ ഒരു 10th ബാച്ചിലെ കുട്ടിയായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. അപ്പൊ ആള് ഒരു 17 ഇയേഴ്സ്. ഈ 17 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാമിലിയെ നോക്കുന്നു, കുട്ടികളെയൊക്കെ നോക്കുന്നു. 17 ഇയേഴ്സിന് ശേഷമാണ് വീണ്ടും പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതും. അത് മാത്രമല്ല, ആ സമയത്ത് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് വീട്ടിൽ വന്നു. പിന്നെ കുട്ടിയെ ഹയർ സ്റ്റഡീസിന് വിടാനായിട്ടൊക്കെ ചെയ്തപ്പോ ജോലിക്കും പോകേണ്ടതായിട്ട് വന്നു. ഇഷ്ടത്തോടെ തന്നെയാണ് ചെയ്തതെങ്കിലും രണ്ടും കൂടെ, ഇത് ഇഷ്ടമാണ്, ഇത് പഠിക്കാൻ ഇഷ്ടമാണ്, മറ്റേതൊരു മാനേജ്മെന്റ് കൊമേഴ്സ്യൽ സൈഡിലാണ് ജോലി. സമയം കിട്ടുന്നില്ല, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റിയില്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ വിളിച്ചിരുന്നു. കാരണം 10th ബാച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ എക്സാം എല്ലാം കഴിഞ്ഞ് വൈവയാണ്. അപ്പൊ വൈവയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എന്ത് ചെയ്യുന്ന ചോദിച്ചു വിളിച്ചിരുന്നു. ഞാൻ ആലോചിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. പറയുമല്ലോ, പോരാളിയാന്ന് പറയില്ലേ, ഒരു പോരാട്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത്. അപ്പൊ അത് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അതാണ് ശരിക്കും ഈ മെത്തേഡിലൂടെ നമ്മൾ ചെയ്തു വരുന്നത്. ഷെഡ്യൂൾ ചെയ്യുന്നതിൽ ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു, അതാണ് പറ്റിയത്. അപ്പൊ ഞാനിപ്പോ സമാധാനിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ആള് എടുത്തൊരു ഡിസിഷൻ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 10-11 കമ്പൈൻഡ് ആയിട്ടാട്ടോ നമ്മൾ എക്സാം നടത്തുന്നതും വൈവ നടത്തുന്നതും. അപ്പൊ അവരുടെ സർട്ടിഫിക്കറ്റ് സെറമണി മോസ്റ്റ് പ്രോബബ്ലി ഫെബ്രുവരിയിൽ നടക്കും. 12 ബാച്ചിന്റെ മാർച്ചിലായിരിക്കും. അങ്ങനെയാണ് ഓരോ ബാച്ചിന്റെ പേര്. അപ്പൊ അത് പറഞ്ഞു, ഞാൻ 12 ബാച്ചിന്റെ കൂടെ എനിക്ക് സർട്ടിഫിക്കറ്റ് സെറമണി മതി, എനിക്ക് നല്ല രീതിയിൽ തന്നെ പ്രാക്ടിക്കലിനും വൈവയ്ക്കും പെർഫോം ചെയ്യണം എന്ന് അതിനോട് പറഞ്ഞു. അത് തന്നെ സൊല്യൂഷൻ കണ്ടെത്തി. എനിക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട വന്നില്ല. ആ കുട്ടി തന്നെ സൊല്യൂഷൻ കണ്ടെത്തി. അതിന് വേണമെങ്കിൽ വൈവ അറ്റൻഡ് ചെയ്യായിരുന്നു. പക്ഷെ അതിന്റെ വർക്കുകളൊന്നും കംപ്ലീറ്റ് ആകാത്തത് കൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു സ്കോർ അല്ലേ കിട്ടുള്ളൂ. പക്ഷെ ആ കുട്ടിയെ നല്ലപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് തന്നെ അത് ഇങ്ങനെ ഒരു കോംപ്രമൈസിന് അത് തന്നെ തയ്യാറായി. ഞാൻ ആ ബാച്ചിന്റെ കൂടെയാണ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നുള്ളത്. നമുക്ക് അങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ലൈഫിൽ പല ക്രൈസിസ് വരും. ആ ഒരു ക്രൈസിസിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോ പണ്ട് കാളവണ്ടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ടത്തെ കാലത്ത് കാളവണ്ടികൾ ഉപയോഗിച്ചിരുന്നു അല്ലെ? കേറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാനൊക്കെ ഇപ്പോ ഒരു 50യോട് അടുക്കുന്ന ഒരാളാണ്, 50 ഇയേഴ്സിനോട് അടുക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ ചെറുപ്പത്തിലൊക്കെ കാളവണ്ടി നിറയെ കണ്ടിട്ടുണ്ട്. പാടത്തൊക്കെ ഉഴുന്നതൊക്കെ കാളയെ കൊണ്ടായിരുന്നു. കാളവണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഈ കാളവണ്ടികള് പോകുമ്പോ അതിന്റെ ചക്രത്തിന്റെ പാടിങ്ങനെ പോകുന്ന വഴിയിലുണ്ടാവും. അന്നൊന്നും ഈ ടാറിട്ട റോഡുകളല്ല, കൂടുതലും മണ്ണ് ഉള്ള റോഡുകളായിരുന്നു. ഈ ചക്രച്ചാലുകൾ ഉണ്ടായിരിക്കും. അപ്പൊ മുമ്പൊരു വണ്ടി പോവുകയാണെങ്കിൽ പുറകെയുള്ള കാളയും ഈ ഒരു ചക്രച്ചാലം നോക്കിയിരിക്കുന്നത്. താരെന്തേലും പറഞ്ഞോ? ഓക്കെ, ഓഡിയോ ഓൺ ആയതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. താരാഗിരി അല്ലേ? എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? താങ്ക് യു. അപ്പൊ ഈ അതിന്റെ പുറകെയായിരിക്കും അടുത്ത കാളകളും ഇതുപോലെ തന്നെ ആ ചക്രച്ചാല് വഴി തന്നെ പോകും. നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് വഴി വെട്ടി പോണം. നമുക്ക് മുമ്പ് പോണ ആരും നമുക്ക് വഴി ഉണ്ടാക്കി തന്നിട്ടുണ്ടാവില്ല. ഈവൻ ഞാനും ഒരു സൈഡിൽ നിൽക്കുകയുള്ളൂ, നിങ്ങൾ തന്നെ വഴി വെട്ടണം. നിവിൻ പോളിയുടെ ആ ഒരു ഡയലോഗ് ആയിരിക്കും ഇപ്പൊ ചിലരുടെ മനസ്സിൽ വരുന്നത് അല്ലെ? വഴി വെട്ടി വന്നതാടാ ഞാൻ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഓക്കെ, നമ്മള് വഴി വെട്ടണം. അതുകൊണ്ട് കാളവണ്ടി പോയ അതേ ചക്രച്ചാലിലൂടെ തന്നെ നമ്മൾ പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നമ്മൾ കാണില്ല. നമ്മള് വഴി വെട്ടി 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 പോകുമ്പോൾ ആ ഒരു ലക്ഷ്യം കണ്ടെത്തും. അത് ഏത് വഴി പോകണം എന്നുള്ള സപ്പോർട്ട് നമ്മളുടെ എൻ്റെ ടീം ഇവിടെ ഉണ്ടാകും. അപ്പൊ നിങ്ങളും ചില സമയത്ത് നമ്മളെ
നമ്മളെ വഴി വെട്ടാൻ സഹായിക്കും. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരുമിച്ച് വളരുകയാണ്. സോ വി ആർ ഹിയർ ടു ഗ്രോ ടുഗദർ. നമ്മളെല്ലാരും ഇവിടെ ഒരുമിച്ച് വളരാൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞ് കാണും അല്ലെ? ജോബ് സാറിന്റെ അല്ലേ? ജോബ് സാർ ആയിരുന്നില്ല ഇംഗ്ലീഷ് ക്ലാസ്? ഓക്കെ, ഞാൻ ഇന്നലെ ജോയിൻ ചെയ്തതേ ഉള്ളൂ. നോ പ്രോബ്ലം. ഈ ആഴ്ച ഇൻട്രൊഡക്ഷൻ ആയിരുന്നു താര. ബട്ട് നമ്മള് അന്ന് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കയറിയിരുന്നോ ഞാൻ തന്നത്? മാഡം എടുത്തത് കണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരിട്ട് നമ്മുടെ സബ്ജക്റ്റിനെ ഒക്കെ ഒന്ന് അറിയാനായിട്ട് പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സിലബസ് കിട്ടിയിട്ടുണ്ടാകും. സിലബസ് കിട്ടിയോ? സിലബസ് അയച്ചു. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഇനിയും കിട്ടിയിട്ടില്ലല്ലോ. എന്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞേ? ടെക്സ്റ്റ് ആണോ? ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, ടെക്സ്റ്റ് ഒക്കെ അണ്ടർ പ്രോസസ്സിലായിരിക്കും. ഇത്രയും കുട്ടികളില്ല. എത്ര കുട്ടികളുണ്ട് ഗ്രൂപ്പിൽ? ഒരു നമ്പർ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ജോയിൻ ആകുന്നത് കുറച്ചാണെങ്കിലും ജോലിയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. എത്രയാ ടോട്ടൽ സ്ട്രെങ്ത്? എത്രയാ? 72 എന്താ കണ്ടു. ഓക്കെ. സോ നമ്മൾ സിലബസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല. ഒരാള് ഒന്നോ രണ്ടോ പേരോ ചേർന്ന് ഒന്ന് ഇനീഷ്യേറ്റ് എടുത്തിട്ട് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രൂപ്പ്, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, ആ നമ്പർ ഒക്കെ എടുത്ത് ആഡ് ചെയ്യാം. അതിന് മുമ്പ് ബിഫോർ ദാറ്റ് വി ക്യാൻ സ്റ്റാർട്ട് അവർ പ്രെയർ. ആരാന്ന് പ്രെയർ? പ്രെയർ ആരാ? അരുളി. ഞാൻ ചെല്ലട്ടെ മിസ്സേ? യെസ് പ്ലീസ്. റെനില. മോർണിംഗ് മിസ്. ആനന്ദ ജ്ഞാനസ്വരൂപനായ ദൈവമേ, ബോധപ്രകാശമായ പരിശുദ്ധ രൂപി വഴി എന്നെ അങ്ങ് ജ്വലിപ്പിക്കണമേ. ദൈവഭയമാണ് അറിവിന്റെ ആരംഭമെന്ന് ഞാൻ അറിയുന്നു. ദൈവദാനമാണ് ബുദ്ധിശക്തിയെന്നും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം അറിയാനും ഗ്രഹിക്കാനും അങ്ങേ അനുഗ്രഹമുണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പഠനത്തിനുള്ള താല്പര്യവും വാസനയും അങ്ങ് പ്രാധാന്യം ചെയ്യണമേ. അറിവിനു വേണ്ടി അധ്വാനിക്കുവാൻ അങ്ങെനിക്ക് മനസ്സു തരയണമേ. അച്ചടക്കപൂർണവും ക്ഷമാഭരിതവുമായ ഹൃദയത്തോടെ പഠിക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ. സഹാനുഭൂതിയുള്ള അധ്യാപകരെയും പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തുക്കളെയും തന്ന് എന്റെ പഠന സാധ്യതകൾ അങ്ങ് പരിപോഷിപ്പിക്കണമേ. ആമേ. ചില പേരൊന്നും വായിക്കാൻ. ഉത്തര എന്തെങ്കിലും പറയാനാണോ? വീഡിയോ ഓൺ ചെയ്ത് ചിരിച്ചൊക്കെ കേൾക്കുന്നുണ്ട്. വിളിക്കും. വീഡിയോ ഓൺ ചെയ്യുന്നവരോടൊക്കെ ഞാൻ ചോദിക്കും കേട്ടോ. നംഷീന തന്നെയാണോ പേര്? സോറി നിംഷീന. സോറി ഇല്ല, വീഡിയോ ഓഫ് ചെയ്യണ്ട. എനിക്ക് വീഡിയോ വീഡിയോ ഇല്ല, പിന്നെ ഇത് വോയിസിന്റെ വോയിസ്. ഓക്കെ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തോളൂ. വീഡിയോ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ റെക്ടാങ്കിൾ ബോക്സിൽ ഇങ്ങനെ കുറെ പേര്, അത് ചിലരുടെ പേരൊന്നും ആയിരിക്കില്ല, ചിലർ കുട്ടികളുടെയോ ഹസ്ബൻഡിന്റെയോ ഒക്കെ പേരൊക്കെ ആയിരിക്കും. ഇപ്പൊ എന്ത് വിളിക്കണം എന്നൊരു കൺഫ്യൂഷൻ ഒക്കെ വരും. സേതുലക്ഷ്മി. ഓക്കെ ഫൈൻ. സോ എനിക്ക് ഇപ്പൊ കേട്ട വചനങ്ങള് ഭയങ്കര നമ്മള് ചെയ്യാൻ പോകുന്ന കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആ ഒരു വചനങ്ങളായിട്ട് തോന്നി. എന്തിനാ അറിവ് സമ്പാദിക്കുന്നത്? നമ്മൾക്ക് എന്തിനാ നോളജ്? മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ. തീർച്ചയായിട്ടും. അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത് അല്ലേ? എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം, പക്ഷെ ആരോടും ഞാൻ പറഞ്ഞു കൊടുക്കില്ല. ഷെയർ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ വെച്ചു കഴിഞ്ഞാൽ അതിന് കാര്യമുണ്ടോ? നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട വാങ്ങിയാലും നമ്മുടെ ഒരു സിഗ്നേച്ചർ ഇവിടെ ഉണ്ടാവും. നമ്മൾ ആ അറിവ് പകർന്നു കൊടുത്തവരുടെ ഓർമ്മയിൽ നമ്മൾ ഉണ്ടാവും അല്ലെ? നമ്മുടെ ഒരു സിഗ്നേച്ചർ അവശേഷിപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകാൻ. നാളെ നമ്മുടെ മക്കൾ ചോദിക്കുക, അമ്മ എന്ത് ചെയ്തു ഇത്രയും കാലം? അടുക്കളയിൽ ചെയ്തതോ വീട്ടിൽ ചെയ്തതോ ഒന്നും ആരുടെ കണക്കിലുണ്ടാവില്ല. അത് കണക്ക് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് അവർ ഡ്യൂട്ടി. നമുക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. ബട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ 10 കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഞാൻ അറിവ് പകർന്നു കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സിഗ്നേച്ചർ അവിടെ ആയിക്കഴിഞ്ഞു. നമ്മുടെ സിഗ്നേച്ചർ അവശേഷിപ്പിച്ചിട്ട് പോവുക എന്നുള്ളതാണ്. APJ അബ്ദുൽ കലാമിനെയൊക്കെ നമ്മൾ ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? എക്കാലവും ഓർമ്മയിലുണ്ടാവും അല്ലെ? മഹാത്മാഗാന്ധി, മൗലാന അബ്ദുൽ കലാം ആസാദ്, APJ, മദർ തെരേസ, ഇവരൊക്കെ നമ്മുടെ മനസ്സിലുള്ളത് എന്തുകൊണ്ടാണ്? അവരുടെ സിഗ്നേച്ചർ അവർ അവശേഷിപ്പിച്ചിട്ട് പോയി. അവരെ നമ്മൾ ഫോളോ ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവരെ ഫോളോ ചെയ്യുന്നു. ഓക്കെ, സൈനിങ് റെഡി ആയിട്ടുള്ളത് ആരാ? തോട്ട് ഫോർ ദ ഡേ ആരാ? ആരുമില്ലേ? ഞാൻ അന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നോ ഇതൊക്കെ?
മാം ഒന്നാമത് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതൊന്ന് ലെവലാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യും അടുത്ത ക്ലാസ് മുതൽ. ഓക്കെ. അപ്പൊ നംഷീന അതൊന്ന് റെഡിയാണോ? ആരുടെങ്കിലും കൂടെ ഹെൽപ്പ് ഒക്കെ ചോദിച്ച് 2-3 നമ്പർ ഒക്കെ എടുത്തിട്ട് നിങ്ങളായിട്ട് ആഡ് ചെയ്യാം. 92 പേരുടെ ഒരാളിരുന്ന് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല പാടായിരിക്കും. ആഡ് ചെയ്യാൻ എന്നിട്ട് എല്ലാരെയും അഡ്മിൻ ആക്കുക. പിന്നെ പ്രശ്നമില്ല. ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട് മാം. ആണോ? അയ്യോ, ദേ കുറച്ച് പേര് ആയിട്ടില്ലല്ലോ. ആഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഞാൻ 2-3 പേരെയും കൂടെ അഡ്മിൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ. കാരണം ചിലപ്പോ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ചിലപ്പോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പൊ സമയം ഉള്ളവർ അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ക്ലാസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. എവ്രി ഡേ ക്ലാസ്സിലുള്ള കാര്യം നിങ്ങളൊന്ന് ബ്രീഫ് ചെയ്ത് ഗ്രൂപ്പിലിടുക. ഇപ്പൊ ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ചില സമയത്ത് നമ്മളിങ്ങനെ ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചിരിക്കല്ലേ, റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്ക് അതൊരു അരോചകമായി തോന്നും. നോർമൽ ലൈവ് ക്ലാസ് കേൾക്കുമ്പോൾ നമുക്കതൊരു ഫ്ലോ ആയിട്ട് പോകും. പക്ഷെ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവര് സബ്ജക്ട് എന്തോ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ ഓടിയായിരിക്കും വരുന്നത്. സോ അവർക്കൊരു ഫീൽ വരുമോ, ഇതെന്താ ഇത് ക്ലാസ് ആണോ? ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഇതൊക്കെയാണ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ. ഒന്ന് ബ്രീഫ് ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പൊ അവർക്ക് തോന്നുവാണ് ഇതൊന്നും എനിക്ക് കണ്ടാൽ കൊള്ളാം, ഈ ഒരു ക്ലാസ് കണ്ടാൽ കൊള്ളാം തോന്നും. അവർ കാണുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ്. ഓക്കെ ഓക്കെ. നിങ്ങൾ 20th ബാച്ചാണ്. 20th ബാച്ചാണ്. 8 ബാച്ചുകൾ ഇപ്പോ സർട്ടിഫിക്കറ്റ് സെറമണി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. 9ാമത്തെ ബാച്ചിന്റെയും ഫൈനൽ സ്റ്റേജായി ജനുവരിയിൽ അവരുടെ സർട്ടിഫിക്കറ്റ് സെറമണിയാണ്. 10ഉം 11ഉം കമ്പൈൻഡ് ആയിട്ട് പോയി. അവരുടെ പരീക്ഷയും കഴിഞ്ഞു. പരീക്ഷ PG ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് ഫെബ്രുവരിയിൽ അവരാവും. അങ്ങനെ ഓരോ ഇത്. അപ്പൊ ഇനീഷ്യലി ഉള്ള കാര്യങ്ങൾ പെൻഡിങ്ങിൽ വെക്കാതെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് പോവാ. ദിവസം ഒരു 15 മിനിറ്റ്സ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കൂടാതെ ഒരു 15 മിനിറ്റ് നമുക്ക് ഇതിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് പോവാട്ടോ. വീക്കെൻഡ്സ് വരെ നോക്കിയിരിക്കുന്നതിനേക്കാളും നല്ലത് അതായിരിക്കും. 5 days അല്ലേ നമുക്ക് എല്ലായിടത്തും ബേബീസ് എണീറ്റ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കളിക്കുമായിരിക്കും അല്ലേ? ഓക്കെ. അമ്മമാരുടെ കൂടെ ഇരുന്ന് ക്ലാസ് കാണുന്ന കുട്ടികളുണ്ട് കേട്ടോ. സ്കൂളിൽ പോകാൻ ആ ഏജ് ആവാത്ത കുട്ടികള്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ് ഒക്കെ കാണുന്നത്. അവർ പാട്ട് പാടും, ചിലപ്പോ പ്രെയർ ഒക്കെ ചെയ്യുന്ന മക്കൾ തന്നെയാവും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ. പിന്നെ ഞാൻ സിലബസിലേക്ക് ഒന്ന് കിടക്കട്ടെ. ഞാൻ പറയാം. യെസ് പ്ലീസ്. അതിനാണോ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് ചിരിച്ചു വന്നത്? പ്ലീസ് പറയൂ. APJ അബ്ദുൽ കലാമിന്റെ വേർഡ്സ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്ത്. Teachers are the backbone of any nation. Great teachers create great students. ടീച്ചേഴ്സ് ബാക്ക് ബോൺ. ദാറ്റ് മീൻസ് നമ്മളാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സംഭവം അല്ലേ? ബാക്ക് ബോൺ പോയാൽ തീർന്നു അല്ലേ? അതെ. ക്ലാസ്സിനെ വെൽക്കം ചെയ്യുന്ന ആരാ? ക്ലാസ്സിനെ വെൽക്കം ചെയ്യാൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഐശ്വര്യ റെഡിയാണോ ക്ലാസ്സിനെ വെൽക്കം ചെയ്യാൻ? അവിടെ വാവയുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞോ. ഐശ്വര്യ ക്ലാസ്സിനെ വെൽക്കം ചെയ്യാനാണോ ഓഡിയോ ഒക്കെ ഓൺ ചെയ്തേ? അയ്യോ, ഇന്ന് വേണ്ട, ഞാൻ പ്രിപ്പയർഡ് അല്ല. നാളെ ഓഡിയോ ഓൺ ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു അവിടെ മോനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതെ, അതെന്റെ വാലാന്റെ പിന്നാലെ നടക്കുള്ളൂ. നല്ല കാര്യം. ശരി. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. എനിവേ, സോ അപ്പൊ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ വെൽക്കം ചെയ്യാൻ ഇന്ന് റെഡി അല്ല എന്ന് ഐശ്വര്യ പറഞ്ഞു. വേറെ ആരും ഇല്ലല്ലോ? വെൽക്കം ചെയ്യാൻ. ഓക്കെ. ഹസീന ഡ്യൂട്ടി ഏറ്റെടുത്തു. ഓക്കെ പ്ലീസ്. I'm happy to welcome you to our class. Jisha Miss started our class. ഓക്കെ പ്ലീസ് ഹോൾ ക്ലാസ്സിനെ ഒന്ന് വെൽക്കം ചെയ്തേ. All of you welcome to our class. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഞാൻ സിലബസിന്റെ കണ്ടന്റ് ഒന്ന് പറയാം. നിങ്ങൾ ഒട്ടും ടെൻഷൻ വിചാരിക്കരുത്. കാരണം ഇങ്ങനെയൊക്കെ കേൾക്കുന്നു. സൈൻ ഇൻ തോട്ട് ഫോർ ദ ഡേ പ്രെയർ ഒക്കെ കാരണം
കോഴ്സ് വേണ്ടാന്ന് വെച്ചു എന്നൊക്കെ ഞാൻ കേട്ടു. ഈ ബാച്ച് അല്ല കേട്ടോ, വേറൊരു പഴയ ബാച്ചിന്റെ കാര്യം ഞാൻ പറയണത്. അപ്പം എനിക്ക് പറയാനുള്ളത് അവർക്ക് നഷ്ടമായേ ഉള്ളൂ അല്ലെ. ഡെഫിനറ്റ്ലി നമുക്ക് സ്റ്റുഡൻസ് കുറയുമ്പോൾ അതിനനുസരിച്ച് ഇവിടുത്തെ അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ സെഷനിൽ ഒരു വീക്ക്നെസ് സംഭവിക്കുമായിരിക്കും. പക്ഷേ ദേ ലോസ്റ്റ് ഇറ്റ് എന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ആലിപ്പഴം കണ്ടിട്ടുണ്ടോ? ആലിപ്പഴം കണ്ടിട്ടുണ്ടോ? വെരി ലക്കി. 48 വയസ്സായിട്ട് 48 വർഷവും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ നിയർ ബൈ പ്ലേസസിൽ എവിടെയൊക്കെ ആലിപ്പഴം വീണു എന്നൊക്കെ ചെറുപ്പത്തിലും കേട്ടിട്ടുണ്ട്, വലുതായപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അത് കാണാൻ പോയിട്ട് തൊടാൻ പോയിട്ട് കാണാൻ പോലും എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോ ഓപ്പർച്യൂണിറ്റീസ് ആർ ലൈക്ക് ഹെയിൽ സ്റ്റോൺസ്. അവസരങ്ങൾ ആലിപ്പഴം പോലെയാണ്, അത് നഷ്ടപ്പെടുത്തരുത്. പ്രെയർ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ സൈൻ ഇൻ ഞാൻ ചെയ്യാം, സൈൻ ഔട്ട് ഞാൻ ചെയ്യാം, തോട്ട് ഫോദറെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ടീമായിട്ട് ഓരോരോ ആഴ്ച ഓരോ ദിവസം ഓരോരുത്തർ അതിന് റെഡി ആയിട്ട് വരണം. 2 പേര് കോർഡിനേറ്റേഴ്സ് ആയി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് ലീഡറിനോ അങ്ങനെയുള്ള അർത്ഥങ്ങളൊന്നും അല്ല കേട്ടോ. ആ 2 കോർഡിനേറ്റേഴ്സിനെ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. അവരാളെ അന്വേഷിച്ച് നടക്കുകയല്ല വേണ്ടത്, അവരോട് ചെന്ന് പറയണം ഇന്ന് ഞാൻ റെഡിയാണ്, നാളെ ആരാണ് റെഡി എന്ന് അവരെ അറിയിക്കുക, കോർഡിനേറ്റേഴ്സിനെ അറിയിക്കുക. പിന്നെ നമുക്കറിയാം ഓൺലൈൻ ക്ലാസ് ആണ്, ഉദ്ദേശിച്ച പോലെ 11 നിരക്ക് ജോയിൻ ആവാൻ ചിലപ്പോൾ കോർഡിനേറ്റേഴ്സിനോ ഈ പറയുന്ന സൈൻ ഇൻ പ്രയർ തോട്ട് ഫോദറെ ചെയ്യുന്ന വരില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ കണ്ടിട്ടില്ലേ കളികളില്, സബ്സ്റ്റിറ്റ്യൂട്ട് കേറില്ലേ ചില സമയത്ത് മെയിൻ പ്ലെയേഴ്സിന് ഹായ് മാവേ അവർക്കൊന്നുമില്ലേ? ഹായ്. എത്ര വയസ്സായി? 2 വയസ്സ്. 1.5 വയസ്സായിട്ടില്ല. ആ ഓക്കെ. അപ്പൊ ഉറക്കണീറ്റ് വന്നതാണോ? ഉറങ്ങിയിട്ടില്ല ഇന്ന്. ആണോ? അമ്മയ്ക്ക് പണി തരാതിരിക്കുക, അതിൽ അടങ്ങിയിരിക്കണ്ടല്ലോ. അവിടെ ഇരുന്നോട്ടോ. പേരെന്താ? പേര് നതാഷ. നറ്റാഷ. നല്ല സ്ട്രോങ് പേരാണല്ലോ. വെരി ഗുഡ്. നമ്മുടെ ഇവിടെ ഇലക്ഷനിൽ നിന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേര് നട്ടാഷ എന്നായിരുന്നു. നട്ടാഷ അവരുടെ സർനെയിമും അതിലും വലിയ സ്ട്രോങ് ആയിരുന്നു, നട്ടാഷ കപിൽ ദേവ്. 2 പേരുണ്ട്, ഒരാളും കൂടി ഉണ്ട്, അയാളുടെ പേര് സെയിൻ മാലിക് എന്ന. എന്താണ് സേതു? സെയിൻ മാലിക്. ഓ എത്ര പഠിക്കുവാണോ? സ്കൂളിൽ പോകുന്ന LKG. പോയോ? ആള് സ്കൂളിൽ പോയോ? ഇല്ല, ഇന്നലെ തൊണ്ട് കഴിഞ്ഞു. സ്കൂൾ അടച്ചൂടെ ഉണ്ട്. ആണോ? എവിടെയാ സ്ഥലം? ആലപ്പുഴ. ഇനിയിപ്പോ എന്നാ ഓപ്പൺ ചെയ്യും? റീ ഓപ്പണിംഗ് എന്താന്ന് പറഞ്ഞിട്ടില്ല. ഇന്നലെ സെലിബ്രേഷനും കഴിഞ്ഞ് സ്കൂൾ അടച്ചു. ആ പറഞ്ഞോ. അവയ്ക്ക് ഉറക്കം വരുന്നില്ലേ? ഉറങ്ങണ്ടേ? ഉറങ്ങാൻ പോണ്ടേ? പാപ്പം കഴിച്ചോ? കഴിച്ചോ? എന്താ കഴിച്ചേ? വർത്താനൊന്നും അങ്ങനെ പറയില്ല. പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ സിലബസിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ ഗ്രൂപ്പ് എല്ലാം ഫോം ചെയ്ത് സ്ട്രോങ് ആകൂ. ഓരോ ആഴ്ചയും 2 കോർഡിനേറ്റേഴ്സ്, അവരെ ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്യണം. അന്നത്തെ ദിവസത്തെ ബ്രീഫിംഗ് അത് റെഡി ആയിട്ട് ആരാ ഉള്ളത്, ബ്രീഫിംഗ് കൊടുക്കാൻ റെഡി ആയിട്ട് വരുന്ന ആരാന്ന് പറയണം. പിന്നെ ചിലപ്പോൾ ചില ആക്ടിവിറ്റീസും അസൈൻമെന്റ് തരും, അതിന്റെ ഡീറ്റെയിൽസും നിങ്ങളൊന്ന് ഗ്രൂപ്പിലിടണം. അപ്പോൾ പല കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇത് ചിലർക്ക് പെട്ടെന്ന് പിടി കിട്ടില്ല ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. 1ാമത്തെ ബാച്ച് തുടങ്ങി 19 ബാച്ച് വരെയുള്ള കുട്ടികളുടെ കയ്യിൽ എന്റെ ഫോൺ നമ്പർ ഉണ്ട്. അപ്പൊ എനിക്ക് ഈ വർക്കിന്റെ കാര്യങ്ങൾ ചോദിച്ച് ഇവര് ചിലപ്പോൾ മെസ്സേജ് ആണ് അയക്കുന്നത്, ചിലപ്പോൾ വിളിക്കാറുണ്ട്. പെട്ടെന്ന് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് കോൾ എടുക്കാൻ പറ്റില്ല, ചില സമയത്ത് മെസ്സേജിന് അപ്പൊ തന്നെ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇന്നലെ ഞാൻ യാത്രയിലായിരുന്നു കേട്ടോ. ഒരു ഹോസ്പിറ്റൽ കേസ് അങ്ങനെ പോയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ രാത്രി 10:30 ഒരു 9:45 ആയപ്പോഴേക്കും ഞാൻ എറണാകുളത്തെത്തി. ഞാൻ വെറുതെ ഇങ്ങനെ വാട്സപ്പ് നോക്കിയപ്പോൾ കുറേ മെസ്സേജ്. അപ്പൊ ഞാനോർത്ത് പിന്നെ നോക്കാം, കാരണം ഇരുന്നിങ്ങനെ വായിക്കണ്ടേ, അപ്പം സ്ട്രെയിൻ ആണല്ലോ, രാത്രിയുമായി നമുക്ക് വിഷനും ശരിയാവില്ല. പിന്നെ നോക്കാന്ന് വിചാരിച്ചു. ഞാൻ ഓർത്തൊന്ന് വായിച്ചു നോക്കാന്ന് വായിച്ചപ്പോ കുട്ടി ഭയങ്കര വിഷമിച്ചെനിക്ക് മെസ്സേജ് ഇട്ടേക്കുവാ. കാരണം ആള് റെക്കോർഡ് ക്ലാസ് ആണ് കാണുന്നത്, റെക്കോർഡ് ക്ലാസ് മുടങ്ങാതെ കാണും. അപ്പൊ അസൈൻമെന്റ് ആക്ടിവിറ്റി ഒക്കെ കൊടുക്കാറുണ്ട്. നിങ്ങൾ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അസൈൻമെന്റ് നിങ്ങൾ എഴുതുമ്പോൾ എല്ലാ ടീച്ചേഴ്സിന്റെയും ഒരു ബുക്ക് മതി. കാരണം ചിലപ്പോൾ ഒരു ടീച്ചർ 2 അസൈൻമെന്റ് ആയിരിക്കും തരാം, ഒരു ടീച്ചർ ചിലപ്പോൾ 4 എണ്ണം തന്നിട്ടുണ്ടാവും, ഒരു ടീച്ചർ ചിലപ്പോൾ 1 എണ്ണേ തന്നിട്ടുണ്ടാവുള്ളൂ. ഓരോ ടീച്ചർക്കും ഓരോരോ നോട്ട്ബുക്ക് വാങ്ങേണ്ട, അത്രയും മണി ഇൻവെസ്റ്റ് ചെയ്യാൻ
നമ്മൾ അത്രയും എക്സ്പെൻഡ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് ഒരു നല്ല നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഒരു ഡയറി വാങ്ങി എല്ലാം ഒരുമിച്ച് ചെയ്താൽ മതി എന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കുട്ടി എന്ത് ചെയ്തു, ഓരോ ടീച്ചർക്കും ഓരോ നോട്ട്ബുക്ക് വാങ്ങിയിട്ട് എല്ലാം ആ കുട്ടിയുടെ ഐഡിയയില്, എല്ലാം നമ്മുടെ ഐഡിയയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നും ഗൂഗിൾ നോക്കിയാലൊന്നും നമുക്ക് ശരിക്കും കിട്ടില്ല കേട്ടോ. നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് എല്ലാം അതില് ഭംഗിയായി ചെയ്തു വെച്ചു. ഇത്രയും കഴിഞ്ഞപ്പോ ഗ്രൂപ്പിലെ ഡിസ്കഷൻ, എല്ലാവരുടെയും ഒരു ബുക്കിലാണ് വേണ്ടത്, അങ്ങനെയുള്ള ഡിസ്കഷൻ നടക്കുക. അപ്പൊ ഇതിന് ഭയങ്കര ടെൻഷനായി. അയ്യോ എന്നെ വഴക്കു പറയുമോ എന്നാണ് ആദ്യത്തെ ടെൻഷൻ. ഞാൻ ചോദിച്ചു, ഇവിടെ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാനോ നിങ്ങളെ ജഡ്ജ് ചെയ്യാനോ ആരുമില്ല, ആരും ഒരു വഴക്ക് പറയാനും പറ്റില്ല, അങ്ങനെ ആരുമില്ല. പെട്ടെന്ന് തന്നെ ഞാൻ റിപ്ലൈ അയച്ചു. എനിക്ക് പറ്റാഞ്ഞിട്ട് കൂടി ഞാൻ അവിടെ നിന്ന് റിപ്ലൈ അയച്ചു. കാരണം മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾക്കും അങ്ങനെയല്ലേ, നമ്മൾ ഒരാൾക്കൊരു മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ കോൾ ചെയ്യുമ്പോൾ അയാൾ അപ്പൊ തന്നെ എടുക്കണം അല്ലെങ്കിൽ അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്യണം എന്നല്ലേ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആവശ്യം കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല അയാൾ എന്തവസ്ഥയിലാണെന്നുള്ളത്. പക്ഷെ റിപ്ലൈ സമയം കഴിഞ്ഞ് കിട്ടാതെ വരുമ്പോൾ ആകെ വിഷമവും ടെൻഷനും ആവില്ലേ. ഞാൻ പെട്ടെന്ന് തന്നെ അത് കണ്ടതും റിപ്ലൈ ചെയ്തു. അപ്പോഴേക്കും അത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആശ്വാസമായി. എനിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന താല്പര്യം, അതുകൊണ്ടാണ് മിസ്സേ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. എനിക്കിപ്പോ വളരെ ആശ്വാസമായി. ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. എന്നെ ആരെങ്കിലും വഴക്ക് പറയുമോ, എന്റെ മാർക്ക് കുറയ്ക്കുമോ? നമ്മൾ വഴക്കും പറയില്ല, മാർക്ക് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പെർഫോമൻസിനനുസരിച്ചുള്ള ഒരു വാല്യൂ എന്തായാലും കിട്ടും. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് തീർച്ചയായും കിട്ടും. ഈ സിലബസിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മോഡ്യൂൾ 1, മോഡ്യൂൾ 2, മോഡ്യൂൾ 3. ഇത്രയും ഭാഗം കണ്ടിരുന്നോ സിലബസിൽ? ഓക്കെ, മോഡ്യൂൾ 1 മാത്രം ഒന്ന് എടുക്കും. മോഡ്യൂൾ 1 മാത്രം എടുക്കുമ്പോൾ അതിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്നും കണ്ടിട്ടുണ്ടാവും. ശരിയല്ലേ? പാർട്ട് 1-ല് 8 യൂണിറ്റ്സ് കണ്ടു കാണും. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് വലിയൊരു ടൈറ്റിൽ, ഓരോ യൂണിറ്റിനും ഓരോ ടൈറ്റിലും കാണും. അപ്പൊ നിങ്ങളുടെ ഈ കോഴ്സിന്റെ ഒന്നാമത്തെ സബ്ജക്റ്റ് ആണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. ഓക്കെ, ഒന്നാമത്തെ സബ്ജക്റ്റ് ആണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. അത് പാർട്ട് 1-ലെ യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 8 വരെയാണ്. നെക്സ്റ്റ് പാർട്ട് 2. പാർട്ട് 2-ല് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 10 യൂണിറ്റ്സ് കാണാനായിട്ട് പറ്റും. അതിനകത്ത് വലിയ ടൈറ്റില്, പാർട്ട് 2-ന്റെ ടൈറ്റില് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്നും പറഞ്ഞിട്ടാണ് പാർട്ട് 2-ന്റെ ടൈറ്റില്. അതില് യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 5 വരെ ചൈൽഡ് ഡെവലപ്മെന്റ്, അതൊരു സബ്ജക്ട്. രണ്ടാമത്തെ സബ്ജക്റ്റ് ആണ് ചൈൽഡ് ഡെവലപ്മെന്റ്. അത് യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 5 വരെയാണ്. ഇതിന്റെ ഒരു PDF സ്പ്ലിറ്റപ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും കേട്ടോ. യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 5 വരെ രണ്ടാമത്തെ സബ്ജക്റ്റ് ആയ ചൈൽഡ് ഡെവലപ്മെന്റ്. ഇനി യൂണിറ്റ് 6 തുടങ്ങി യൂണിറ്റ് 10 വരെ സൈക്കോളജി. യൂണിറ്റ് 6 തുടങ്ങി യൂണിറ്റ് 10 വരെ സൈക്കോളജി. ഇപ്പൊ പാർട്ട് 2 കഴിഞ്ഞു. ഇനി പാർട്ട് 3. പാർട്ട് 3 ആണ് നമ്മുടെ മോഡ്യൂളിലെ കോർ ടോപ്പിക്. എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്, പക്ഷെ മോണ്ടിസോറി മെത്തേഡും അതിന്റെ തിയറി, ആപ്ലിക്കേഷൻ എല്ലാമാണ് അതിനകത്ത് വരുന്നത്. എന്താണ് ഈ മോണ്ടിസോറി എന്നുള്ളത്? അതിനെ വീണ്ടും 2 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പാർട്ട് 3-നെ. പാർട്ട് 3-ലെ ഒന്നാമത്തെ സബ്ജക്റ്റ് ആണ് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. ആരെങ്കിലും സ്പീഡ് ഉള്ളവരെ ചാറ്റ് ബോക്സിൽ ഒന്ന് സബ്ജക്റ്റിന്റെ ടൈറ്റിൽ ഒന്ന് ഇടുവാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എളുപ്പമായിരുന്നു. എനിക്ക് സ്പീഡ് ഇത്തിരി കുറവാണ്. മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. ഈ ക്ലാസ് കഴിയുന്നത് നിങ്ങൾക്ക് ആ PDF സ്പ്ലിറ്റപ്പ് ഞാൻ അയച്ചു തരാം. അത് കണ്ട് പേടിക്കോ കൺഫ്യൂഷൻ അടിക്കോ ഒന്നും വേണ്ട കേട്ടോ. മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനില് യൂണിറ്റ് 1 അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. യൂണിറ്റ് ഓർഡറിലല്ല. യൂണിറ്റ് 1, യൂണിറ്റ് 3, 4, 5, 6, 2 ഇല്ല അതില്. 2 അടുത്തയിലാ വരുന്നത്. 1, 3, 4, 5, 6 അങ്ങനെ 5 യൂണിറ്റ്സ് ചേരുന്നതാണ് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. ഇനി അടുത്ത സബ്ജക്റ്റ്, 5ാമത്തെ സബ്ജക്റ്റ് ആണ് കേട്ടോ നമ്മുടെ 5ാമത്തെ സബ്ജക്റ്റ്. മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. മോണ്ടിസോറി
തിയറി, മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അതിന്റെ യൂണിറ്റ്സ് വരുന്നത് 2, 7, 8, 9, 10. 2 അതിന്റെ കൂടെയാണ്. 2, 7, 8, 9, 10. പാർട്ട് 3 ആണ്. അപ്പോ എന്താണ്, ആരാണ് മറിയ മോണ്ടിസോറി, എന്താണ് മോണ്ടിസോറി മെത്തേഡ്, അതെങ്ങനെ അപ്ലൈ ചെയ്യണം, അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് വരുന്നത്. എങ്ങനെയാണ് ഒരു മോണ്ടിസോറി സ്കൂൾ ഇരിക്കുന്നത്, അതിലെ ക്ലാസ് റൂം എങ്ങനെയാണ്, കുട്ടികൾ അവിടെ എങ്ങനെയാണ്, കുട്ടികൾക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ വരും. ഇനി പാർട്ട് 4. പാർട്ട് 4ന്റെ ടൈറ്റിൽ എന്തായിരുന്നു? എനിക്ക് ഒരു കണക്ഷനും ഇല്ലാത്ത ഭാഗമാണ് കേട്ടോ, ഞാൻ അതിൽ നിന്ന് ക്ലാസ് എടുക്കാറില്ല. സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, റൈറ്റ്? അതിൽ 10 യൂണിറ്റ്സ് ഉണ്ട്. അതൊരു സ്കൂൾ, അത് നോർമൽ സ്കൂളിനെ കുറിച്ചാണ് കൂടുതലും. ഒരു സ്കൂൾ എങ്ങനെയാണ്, ആ സ്കൂളില് സ്കൂളിന്റെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ലൈക്ക് ബെഞ്ച്, ഡെസ്ക്, കുട്ടികളെ കൊണ്ടുപോകുന്ന ടൂർ, അറ്റൻഡൻസ് രജിസ്റ്റർ, അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബോർഡ്, ഏതൊക്കെ ടൈപ്പ് ബോർഡ് ഉണ്ട്, പണ്ട് കാലത്തെ സ്കൂളിന്റെ റൂഫിംഗ് എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ സ്കൂളിന്റെ റൂഫിംഗ് എങ്ങനെയാണ്, അങ്ങനെ കുട്ടികളുടെ റൈറ്റ്സ് എന്താണ് ഒരു സ്കൂളാകുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് അതിനകത്ത് വരുന്നത്. ആ ഒരു ഇതിൽ ഇപ്പൊ എത്ര സബ്ജക്റ്റ് ആയി? മൊഡ്യൂൾ 1 എത്ര സബ്ജക്റ്റ് ആയിട്ട് നമ്മളിപ്പോ പറഞ്ഞു? 6 സബ്ജക്റ്റ് ആയിട്ട് പറഞ്ഞു. നിങ്ങളുടെ മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ, അതാണ് നിങ്ങളുടെ 7th സബ്ജക്ട്. മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ, അതാണ് 7th സബ്ജക്ട്. ഈ മോഡ്യൂൾ 3 പ്രാക്ടിക്കൽ ഏരിയാസ് ആണ്. 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ മറിയ മോണ്ടിസോറി മെത്തേഡിന്റെ ഫൗണ്ടർ ഡോക്ടർ മറിയ മോണ്ടിസോറി ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിനെ 5 ഏരിയ ആയി ഡിവൈഡ് ചെയ്ത ആ 5 ഏരിയയാണ് 5 പാർട്ടായിട്ട് മോഡ്യൂൾ 3 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് തിയറി എക്സാം ഇല്ല, നമുക്ക് പ്രാക്ടിക്കല് മാത്രമേ ഉള്ളൂ. ഇതില് കുറെ ആക്ടിവിറ്റീസ് ആണ്. വീട്ടിലെ നമ്മളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്ത് നോക്കാം, നമ്മൾ എവിടെയെങ്കിലും സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ കുട്ടികളെ കൊണ്ട് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾക്ക് ചില മെറ്റീരിയൽസ് ഉണ്ടാക്കാം, കുട്ടികളെ കൊണ്ട് പലതും ചെയ്യിക്കാൻ. അതൊക്കെ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സപ്പോർട്ടും തരും കേട്ടോ. പിന്നെ നമ്മൾക്ക് ഓൾമോസ്റ്റ് ഒരു 30ഓളം മെയിൻ മോണ്ടിസോറി മെറ്റീരിയൽസ്, ഒറിജിനൽ മെറ്റീരിയൽസ് നമ്മളിവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് മോഡ്യൂൾ ഏതിനെ പറ്റിയാ? മൊഡ്യൂൾ 3. മോഡ്യൂൾ 3 എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഏരിയാസ് ആണ്. 5 പാർട്സ് ഉണ്ട്. ഈ 5 പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ മറിയ മോണ്ടിസോറി ഒരു മോണ്ടിസോറി ക്ലാസ് റൂം ഡിസൈൻ ചെയ്തപ്പോൾ അതിനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 ഏരിയയെ കുറിച്ചാണ് മോഡ്യൂൾ 3 വരുന്നത്. അതിൽ നിറയെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും കുറെ ആക്ടിവിറ്റീസും കുറെ ഡെമോൺസ്ട്രേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുട്ടികൾക്ക് ഒരു ബൗളിൽ കുറച്ച് വെള്ളവും ഒരു സ്പൂണും കൊടുത്തിട്ട്, ഒരു കാലി ബൗളും കൊടുത്തിട്ട് സ്പൂണിങ് ചെയ്യാൻ പറയില്ലേ? അതായത് ഈ വെള്ളമുള്ള ബൗളിൽ നിന്ന് സ്പൂൺ കൊണ്ട് കുട്ടി മറ്റേ ബൗള് ഫില്ല് ചെയ്യണം. നമുക്ക് വീട്ടിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കാവുന്ന. എന്തിനാ അത് ചെയ്യിക്കുന്നത്? ഒരു മിനിറ്റ്, മുംതാസ് എന്താ പറഞ്ഞേ? അവർക്ക് എത്ര പേഷ്യൻസ് ഉണ്ടെന്ന് അറിയാൻ. ആ സ്പൂണും കൊണ്ട് ഇങ്ങനെ കൂടി കഴിക്കുമ്പോ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അവരെത്ര അതിന് ക്ഷമ കൊടുത്ത് അവരത് ചെയ്യുന്നുണ്ട്, എങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാൻ. മുംതാസിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? 3 മക്കളുണ്ട്. 3 മക്കളുടെ പേഷ്യൻസ് മുംതാസ് ഇങ്ങനെ ചെയ്യിക്കോ? മക്കളോട് പറയണം അമ്മയ്ക്ക് എത്ര പേഷ്യൻസ് ഉണ്ടെന്ന് നമുക്ക് ഒരു ആക്ടിവിറ്റി കൊണ്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞ അമ്മയ്ക്ക് 2 ബൗള് കൊടുക്കുക, ഒരു ബൗളിൽ വെള്ളം, ഒരു കുഞ്ഞു സ്പൂൺ കൊടുക്കുക, എന്നിട്ട് സ്പൂണ് കൊണ്ട് മറ്റേ ബൗള് ഫില്ല് ചെയ്യണം. അപ്പൊ അമ്മയുടെ പേഷ്യൻസ് ഒക്കെ കാണാലോ. ഓക്കെ, വെരി ഗുഡ്. എനിവേ, അച്ചു ചിക്കു എന്താ പറഞ്ഞേ? കോൺസെൻട്രേഷൻ. ഈ പറഞ്ഞ 2 പോയിന്റ്സ് ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. കോൺസെൻട്രേഷൻ ആൻഡ് പേഷ്യൻസ്. യെസ് സേതുലക്ഷ്മി പ്ലീസ്. ഐ കോണ്ടാക്ട് ആർക്ക്? യെസ്, ഐ കോണ്ടാക്ട്. പിന്നെ എന്താ പറഞ്ഞേ? പിന്നെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അവരെ ആദ്യമായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവരോട് ഏൽപ്പിക്കുമ്പോൾ അവർ ചെയ്യൂലെന്ന് നമുക്ക്. അതെ, അവരെത്രത്തോളം അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു, അവർക്ക് താല്പര്യം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അച്ചു ചിക്കു ശരിക്കും പേര് പറ, അല്ലെങ്കിൽ അച്ചു ചിക്കു തന്നെ ഈ ഒരു വർഷം വിളിക്കും.
അവർ ഫിസിക്കലി ഫിറ്റ് ആവും. എനർജി ഹലോ പറഞ്ഞോ ഹലീമ. അവര് ഫിസിക്കലി ഫിറ്റ് ആവും. ആ. എനർജി ഫിസിക്കലി ഒരു എനർജി ഉണ്ടാവും അവർക്ക്. എല്ലാ കാര്യങ്ങളോടും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. ലൈക്ക് നമ്മുടെ കുഞ്ഞുങ്ങള് ജനിച്ച ഉടനെ എങ്ങനെയാ? അവർക്ക് തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാറുണ്ടോ? ഇല്ല. ഇല്ല. അതേസമയം അനിമൽ ബേബീസോ ചെയ്യും. അത് രാത്രി പശു പ്രസവിച്ചിട്ടുണ്ടാവും, പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോ കാണാൻ ഓടി നടക്കണതല്ലേ. നമ്മുടെ അങ്ങനെ ഓടി നടക്കുന്നു. പാല് കുടിക്കാനൊന്നും പിടിച്ചു വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിനാവശ്യമുള്ളപ്പോ അത് ഓടിപ്പോയി കുടിക്കുന്നു. എല്ലാം അത് തന്നെ ചെയ്യും അല്ലെ. നമ്മളുടെ ശരിക്കും മസിൽസിന്റെ മൂവ്മെന്റ് ആണത്. ഡെഫിനറ്റ്ലി അത് മസിൽസ് മൂവ്മെന്റ് ആണ്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മസിൽസ് പണിയെടുക്കുന്നുണ്ട്, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് പണിയെടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് എന്നിട്ട് ആദ്യം ഉണ്ടാകുന്ന ചേഞ്ച് എന്താ? അവരുടെ തല ഉറച്ചിട്ടുണ്ടാവില്ല, നമ്മൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം അല്ലെ. അത്രയ്ക്ക് അവര് ഡിപ്പെൻഡന്റ് ആണ്. മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ അവർക്ക് തല പോലും ഒന്നും ഉയർത്താൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയാം. കുറച്ച് കഴിയുമ്പോൾ അവരിൽ മാറ്റം വരും. പിന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റം എന്താ? സ്വയം പ്രാപ്തരാകും. അവര് എല്ലാ കാര്യങ്ങളിലും അവരുടെ കാര്യങ്ങള് അവർ ചെയ്യാനുള്ള പ്രാപ്തരാക്കുക. ഓക്കെ അലീമ, അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഒരു മാസം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും? 2 മാസം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും? 3 മാസം 4 മാസം ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ ഉണ്ടാവാന്. ഇവരിപ്പോ കമഴ്ന്ന് വീഴും. 3 മാസം. 3 മാസം നമുക്ക് ആ ഒരു ടൈം പീരീഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 3 മാസത്തെ ആകുമ്പോഴേക്കും കുട്ടികൾ കമഴ്ന്ന് വീഴണം. ദാറ്റ് മീൻസ് ഹോൾ ബോഡിയാണ് ടേൺ ചെയ്യുന്നത്. ടേൺ അറൗണ്ട് മുഴുവൻ ബോഡി. അപ്പൊ അത്രയും വെയിറ്റ് അവര് ഫോഴ്സ് എടുത്ത് അവര് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താ? ഒരു മുട്ടുകുത്തി ഇങ്ങനെ മുട്ടുകുത്താൻ നോക്കും. എഴയാൻ തുടങ്ങും, ക്രോളിങ് എഴയാൻ തുടങ്ങും. എന്താ ചെയ്യാൻ പോണേ? അതിനുശേഷം ഇരിക്കും. അതിനുശേഷം എല്ലാം നടന്നതിന് ശേഷം ഇരുന്നത്. അതിനുശേഷം പിച്ച് വെച്ച് എല്ലാവരും വീഴും, എണീക്കും, നടക്കും. അപ്പൊ അവര് വലിയ ജോലികളാണ് ആദ്യം ചെയ്തത്. ശരിയല്ലോ. നമ്മൾ ഈ കുഞ്ഞു ബേബികൾക്ക് ഈ കിളിക്കാൻ പറ്റി റാറ്റിൽ കൊടുക്കും അല്ലെ. കിളിക്കുമ്പോഴേ നമ്മൾ ഫസ്റ്റ് വാങ്ങുന്ന ഒരു ടോയ് അതാ, ഏറ്റവും ആദ്യം വാങ്ങുന്ന ടോയ്. അങ്ങനെ കിളിക്കുന്ന സാധനം അത് ഉദ്ദേശിച്ചുണ്ട് അല്ലെ. ഇത് കൊടുക്കും. ഇവര് ഈ കമഴ്ന്ന് വീണ് കഴിഞ്ഞ് മുന്നിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ പിടിക്കാൻ നോക്കും. ഈ സംഭവം കയ്യിലെടുക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സാധനം കയ്യിലെടുത്താൽ എത്ര നേരം ഇവരുടെ കയ്യിലിരിക്കും? താഴെ വീഴും, വീണ്ടും എടുക്കും, വീണ്ടും താഴെ. അവർക്ക് എടുക്കാൻ പറ്റും, പക്ഷെ അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. ഹോൾഡ് ചെയ്യുന്നതിന് എന്ത് വേണം? ഹോൾഡ് ചെയ്യുന്നതിന് നമ്മുടെ വിരലുകളുടെ മുറുക്ക പിടിക്കാൻ പറ്റണം അല്ലെ. എന്നാലല്ലേ നമുക്കത് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഐശ്വര്യയോട് പറയുകയാണ്, തൊട്ടടുത്ത കടയിൽ പോയിട്ട് ഒരു 10 കിലോ അരി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ ഐശ്വര്യ 10 kg സാക്ക് നടന്നു പോണം, നടന്നു വരണം. അത് അത്രയും ദൂരം എടുത്തുകൊണ്ട് വരാനുള്ള ആ ഒരു പവർ കൈക്കുണ്ട്. അത് അത്രയും ഹോൾഡ് ചെയ്ത് ഇത്രയും സമയം ഇവിടെ എത്തിച്ചു, ഇവിടെ കൊണ്ടുവച്ചു. അപ്പൊ കുട്ടിക്ക് ഇനീഷ്യലി തുടക്കത്തിൽ കുട്ടിയുടെ വലിയ മസിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. കമഴുന്നു, എഴയുന്നു, ഇരിക്കുന്നു, നടക്കാൻ പോകുന്നു, ചാടാൻ പോകുന്നു, ഓടാൻ പോകുന്നു, സ്റ്റെപ്പ് കയറുന്നു അല്ലെ. അവർക്കൊരു സാധനം പിടിക്കാൻ പറ്റും, പക്ഷെ അവരുടെ കയ്യിൽ അത് ഇരിക്കില്ല, അത് പോകും. കുഞ്ഞുങ്ങള് 3 വയസ്സാകുമ്പോ 2.5 വയസ്സിന് ശേഷം എഴുതുന്നത് അല്ലെ. എഴുതുന്നതിന് അവർക്ക് വേണ്ടത് എന്താ? ചെറിയ വിരലുകളാണ്. അപ്പൊ ചെറിയ മസിൽസ് പിന്നെയാണ് ഡെവലപ്പ് ആകുന്നത്. വലിയ മസിൽസ്, ലാർജ് മസിൽസ് ഡെവലപ്പ് ആകും. സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് പിന്നീടാണ് നടക്കുന്നത്. അപ്പൊ ഈ മസിൽസിനെ ഡെവലപ്പ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി. ഇവർ ഈ സ്പൂണിങ് ചെയ്യുമ്പോൾ ഒരു സ്പൂൺ എടുത്ത മറ്റതിലേക്ക് വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ ഇവരുടെ ഈ വിരൽ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് മോണ്ടിസോറി മെത്തേഡില്, ഇനി നിങ്ങളൊന്ന് ഓഡിയോ മ്യൂട്ട് ചെയ്യാമോ സംസാരിക്കാനില്ലെങ്കിൽ? താങ്ക് യു. അപ്പൊ നമ്മള് മോണ്ടിസോറി മെത്തേഡിൽ കുട്ടികളെ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പേ പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് കൊടുക്കും. ഇവരുടെ വിരലിന്റെ മൂവ്മെന്റ്സിന് സ്പൂണിങ് അതിലൊന്നാണ്. പിന്നെ അതുപോലെ തന്നെ പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഇവർക്ക് അവൈലബിൾ ആണ്.
പല പല ഷേപ്പ് ഉള്ളത്, അതിൽ കൂടെ ഇവരിങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കും. അവർക്കൊരു വുഡൻ സ്റ്റൈലസ് കൊടുക്കും, അല്ലെങ്കിൽ പെന്നോ പെൻസിലോ കൊടുക്കും. ഇച്ചിരി ബ്ലണ്ട് ആയിട്ടുള്ള പെന്നോ പെൻസിലോ കൊടുത്തിട്ട് ഇങ്ങനെ അതിൽ ആ ഷേപ്പിലൂടെ ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ വരുമ്പോൾ വരുന്നുണ്ട്. പിന്നെ അപ്പൊ നമുക്ക് വീട്ടില് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഇവരുടെ ഈ വിരലുകളുടെ ഡെവലപ്മെന്റിന് ഈ സ്പൂണിങ്. കുട്ടി എഴുതുന്നില്ല എന്നൊരു കംപ്ലൈന്റ് വരും. 3 വയസ്സ് 3.5 വയസ്സൊക്കെ ആകുമ്പോൾ ഈ എഴുതിപ്പിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര മുറുക്ക കൈ പിടിച്ച് ഇങ്ങനെ അങ്ങ് എഴുതിപ്പിക്കും. കുട്ടിക്ക് എന്ത് വേദന എടുക്കും, കുഞ്ഞു കൈകളല്ലേ അല്ലെ? ഒരിക്കലും നമ്മളത് ചെയ്യരുത്. പക്ഷെ ചില കുഞ്ഞുങ്ങൾക്ക് ഒന്ന് നമ്മൾ കൈ തൊടണം, എന്നാ അവനൊരു കോൺഫിഡന്റ് എഴുതാൻ. നമ്മളൊന്ന് കാരണം സൈക്കിൾ പഠിക്കാൻ തുടങ്ങുമ്പോ അങ്ങനെയല്ലേ, ബാക്കിൽ ഒന്ന് പിടിക്കണം. കുട്ടിക്കൊരു കോൺഫിഡന്റ് ആണ്, പുറകില് അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, ചേച്ചി, ചേട്ടൻ ആരെങ്കിലും ആ സൈക്കിളിന്റെ ബാക്കിൽ പിടിച്ചിട്ടുണ്ട്. അവൻ ആ കോൺഫിഡന്റിൽ സൈക്കിൾ ഓടിക്കാനായിട്ടുള്ള അത് വരും. അതൊക്കെ നമ്മൾ കൈ ഇങ്ങനെ അയച്ചയച്ച് വിട്ടുകൊടുക്കുമ്പോ അവൻ അറിയുന്നില്ല, അവൻ ഓടിക്കും നന്നായിട്ട്. അതുപോലെ തന്നെയാണ് എഴുതുന്ന കാര്യത്തിൽ. ചില കുട്ടികൾ പറയും എന്റെ കയ്യിലൊന്ന് പിടിച്ചു തരുമോ, അങ്ങനെ ചില നമുക്ക് പിടിച്ചു കൊടുക്കാം. പക്ഷെ ഒരിക്കലും നമ്മൾ ഫോഴ്സ്ഫുള്ളി അവരെ എഴുതിക്കരുത്. അതിന് ഏറ്റവും പറ്റിയ നല്ല നല്ല മാർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ചെയ്യിച്ച പോലെ മണലിൽ എഴുതുക. നല്ല ഹാൻഡ് റൈറ്റിംഗ് നന്നാവാൻ ഏറ്റവും നല്ലതാണത്. മണലിൽ എഴുതുക. പിന്നെ നമ്മൾ ചില മെറ്റീരിയൽസ് ഉണ്ടാക്കും കേട്ടോ എഴുതാൻ വേണ്ടിയിട്ട്. സാൻഡ് പേപ്പർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാൻഡ് പേപ്പർ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഉണ്ട്. നമ്മുടെ വീട്ടിൽ പെയിന്റിങ് ഒക്കെ ചെയ്യുമ്പോൾ ഫൈൻ ആക്കാൻ വേണ്ടിയിട്ട് ഭിത്തിയിൽ ഉരയ്ക്കുന്ന ഒരു പേപ്പർ കണ്ടിട്ടുണ്ടല്ലേ? ഇത് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പുകളിൽ കിട്ടും, പെയിന്റ് കടയില്. ഇപ്പോഴേ ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും പറയും ഞങ്ങൾക്ക് ഇത് കിട്ടാനില്ല. അപ്പൊ എനിക്ക് ഭയങ്കര അതിശയം. എന്തായാലും കേരളത്തിൽ കിട്ടുന്നുള്ളത് എനിക്കറിയാം, ഗൾഫ് കൺട്രീസിൽ ഇല്ല എന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ. പല ഗൾഫിലുള്ള കുട്ടികൾ കിട്ടാറില്ല എന്ന് പറഞ്ഞു. ഈ സാൻഡ് പേപ്പർ നമുക്ക് വേണ്ടുന്ന ഒരു സാധനമാണ്. A4 സൈസില് നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ സാൻഡ് പേപ്പർ നമുക്കറിയാം റഫാണല്ലേ, അതില് മുഴുവനും ഭയങ്കര റഫ്നെസ്സാ. അപ്പൊ A4 സൈസിൽ വാങ്ങാൻ കിട്ടും. നമ്മൾ ചെന്ന് നോക്കുമ്പോൾ പല പല റഫ്നെസ്സിലുള്ള സാൻഡ് പേപ്പർ ഉണ്ട്. അതിന് അവർ ഓരോ നമ്പറാ പറയുന്നതെന്ന് തോന്നുന്നു. 50, 80, 120 എന്നൊക്കെ പറഞ്ഞിട്ടൊരു നമ്പറാണ് ഇതിന്റെ ടെക്സ്ചറിന് പറയുന്നത്. അപ്പൊ അതില് കുഞ്ഞുങ്ങളുടെ കൈ ചിലതിൽ ഇങ്ങനെ മുള്ളു പോലെ പൊങ്ങി നിൽക്കുന്നുണ്ട്, അത് നമുക്ക് വേണ്ട. അല്ലാതുള്ളൊരു അത് ഞാൻ ജസ്റ്റ് ഒരെണ്ണം കാണിച്ചു തരാം. ഞാൻ Y എന്നുള്ള ലെറ്റർ വളരെ കഷ്ടപ്പെട്ട് സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ കുട്ടികളെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ മുകളിലൂടെ ട്രേസ് ചെയ്യിക്കും വിരലുകൊണ്ട്. അപ്പൊ അതിനൊരു റഫ്നെസ് ആണ്. അപ്പൊ അവർക്കൊരു ഒരു ടിങ്ക്ലിംഗ് എഫക്ട് അവരുടെ ഫിംഗർ ടിപ്സിൽ വരും. ഇവരുടെ വിരലിന്റെ ആ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഈ ഇമേജ് ആണ് ഇവരുടെ ബ്രെയിനിൽ സ്റ്റോർ ആവുന്നത്. ഇതിന്റെ ഇംപ്രഷൻസ് Y ഇങ്ങനെ വരച്ചു, ആ ഒരു ഇമേജ് അവരുടെ ബ്രെയിനിൽ സ്റ്റോർ ആകും. ഭയങ്കര ഷാർപ്പാണ് ആ ടൈമില്, ഭയങ്കര പ്രോഗ്രസീവ് ആവുന്ന ടൈമാണ് 3 to 6 years. അവരുടെ മെമ്മറിയുടെ ഡെവലപ്മെന്റ് ഒക്കെ നമ്മളെ പോലെ 100 കൂട്ടം കാര്യങ്ങളൊന്നും അവരുടെ തലയിലില്ലല്ലോ. ഈ ഇമേജ് അവരുടെ ബ്രെയിനിൽ അങ്ങ് സേവ് ആകും. സേവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവര് പിന്നീട് അത് ഓർത്തിട്ട് ഇവർ ഓരോന്നും ചെയ്യുന്നത് അവര് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ റിഫ്ലക്ഷൻസ് വെച്ചിട്ടാണ്. ഇത് ഓർത്ത് ഇവര് പേപ്പറിലേക്കോ ബോർഡിലേക്കോ സ്ലേറ്റോ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതിലേക്ക് അവര് വരച്ചു വെക്കും. കുട്ടികൾ ആദ്യം പറയണ എന്താ, ഞാൻ A വരച്ചു. എഴുതി എന്നല്ലല്ലോ പറയണേ, വരച്ചു എന്നല്ലേ പറയണേ. ഡ്രോയിങ് ആണ് അവരുടെ ഉള്ളില്. ചുറ്റുപാടും കാണുന്ന സാധനം മുഴുവനും വരയ്ക്കുക എന്നുള്ളൊരു ഭയങ്കര ഒരു ടെൻഡൻസി അവർക്കുണ്ട്. ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അത് ഞാൻ നേരത്തെ പറയാൻ കാരണം പലരും സാൻഡ് പേപ്പർ കിട്ടുന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. മാം സാൻഡ് പേപ്പർ ഇത് സോഫ്റ്റ് ആയിട്ടുള്ളതാ വരുന്നത് അല്ലേ? അത്ര സോഫ്റ്റ് അല്ല, നല്ല റഫ്നെസ് ആണ് കേട്ടോ. ഇതിന്റെ നമ്പർ ഞാൻ വാങ്ങിച്ചത് 80 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു 7-8 വർഷം മുമ്പല്ലേ. ഇത് ഞാനിപ്പോ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ശരിക്കും ക്യാപിറ്റൽ, സ്മോൾ ലെറ്റർ, കർസീവ് എല്ലാം വേണം. ഇപ്പോഴത്തെ KG സെഷനിൽ അതെല്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളെ കമ്പൽ ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ക്യാപിറ്റൽ ആകുമ്പോൾ കുറച്ച് കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. സ്മോൾ ലെറ്ററും കർസീവ് ആകുമ്പോൾ വളഞ്ഞൊക്കെ ഇരിക്കുമല്ലോ, വളവൊക്കെ ഉണ്ടല്ലോ.
ഇത് വെച്ചിട്ട് കുട്ടികൾക്ക് ട്രേസിങ് കൊടുക്കണം. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അമേസിങ് റിസൾട്ട് ആണ്. പല കുട്ടികളും എന്നോട് ആദ്യം പറഞ്ഞു എന്തൊരു പാടാ മിസ് കട്ട് ചെയ്യാൻ. എന്നിട്ട് പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നല്ല കളർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കണം. പിന്നെ അതിനെ ഒരു ഇപ്പൊ ചാർട്ട് പേപ്പർ മാത്രമേ ഉള്ളൂ കേട്ടോ, നല്ലൊരു ബോർഡ് ബാക്കിൽ ഒട്ടിച്ച് നമ്മൾ സേഫ് ആക്കണം. അല്ലെങ്കിൽ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ ഇത് കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോ എനിക്ക് ഒരു കുട്ടിക്കും കൊടുക്കേണ്ട വന്നില്ല, അതുകൊണ്ട് എന്റെ അതുപോലെ തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അറിയില്ലല്ലോ, പേപ്പർ അല്ലേ കീറിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും നമ്മൾ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കുറെ കാർഡ്ബോർഡ് ബോക്സും അതും ഇതൊക്കെ കിട്ടുമല്ലോ, അത് കട്ട് ചെയ്ത് സൂക്ഷിക്കുക, ബാക്കിൽ ഒട്ടിച്ച് വെക്കുക. ഇതിപ്പോ എന്റെ ഒരു കൈ എനിക്ക് തോന്നുന്നു 10 സെന്റിമീറ്ററിന്റെ സ്ക്വയർ പീസ് ആണ് ഈ പേപ്പർ. ഞാൻ ആ ഒരു വലുപ്പത്തിലാണ് എടുത്തത്. ഇറ്റ്സ് അപ് ടു യു ഏത് വലുപ്പം വേണമെന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എങ്ങനെ ഉണ്ടാക്കുക. ഇത് ഇപ്പൊ ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ എങ്ങനെയാണ് അവരെ റൈറ്റിംഗിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ ഈ ലെറ്റേഴ്സ് പറഞ്ഞത്. എല്ലാവരും എന്നോട് ക്ലാസ്സിലൊരു പരാതി പോലെ പറഞ്ഞു, മിസ് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു, ഇത് കട്ട് ചെയ്യാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ടീച്ചിങ് പ്രാക്ടീസിന് ഇത് ഞാൻ പറഞ്ഞു ഇതും കൊണ്ട് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞു. ടീച്ചിങ് പ്രാക്ടീസിന് അവർ പോയ സ്കൂളുകളിൽ മിക്ക കുട്ടികളും ചെല്ലുന്ന സ്കൂളിൽ കാണുന്ന ഒരു കാഴ്ച, ഒരു കോർണറിൽ ഒരു കൊച്ചിരിക്കുണ്ടാവും മിണ്ടാതെ. അവിടുത്തെ ടീച്ചർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കഥ, അവനെ നോക്കണ്ട, അവനെ ശ്രദ്ധിക്കണ്ട, അവൻ പറയണ ഒന്നും കേൾക്കില്ല, എഴുതില്ല, വായിക്കില്ല, മിണ്ടില്ല. അങ്ങനെ ഒരു കുട്ടിയെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നുണ്ടാവും. നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും? ഈ ഒഴിവാക്കി വെച്ചിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് ഇതുമായിട്ട് ചെല്ലും. ആദ്യം അവരുമായിട്ടൊരു ബോണ്ടിങ് ഒക്കെ ഉണ്ടാക്കും. അവരോട് കഥ പറഞ്ഞോ പാട്ടുപാടിയോ ചിരിച്ചോ അങ്ങനെയൊക്കെ ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയതിന് ശേഷം ഇത് അവരുടെ മുന്നിൽ വെച്ചു കൊടുക്കും. അപ്പൊ അതൊക്കെ വരില്ല അതിന്റെ ലൂടെ ഇങ്ങനെ ആദ്യം ഒന്ന് ചെയ്യിച്ച് കാണിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്ക് അറിയില്ലല്ലോ. അപ്പൊ അവർക്ക് അതൊരു ഇഷ്ടം തോന്നും. അവരുടെ ബ്രെയിനെ ട്രിഗർ ചെയ്യും. അവരിങ്ങനെ അതിന്റെ മുകളിലൂടെ വരയ്ക്കും. നമ്മുടെ കുട്ടികളൊരു 1 മാസം അല്ലെങ്കിൽ 20 days ഒക്കെ ആയിരിക്കും പോകുന്നത്. അവരവിടെ ചെന്ന് 2 ദിവസം കഴിയുമ്പോൾ ഈ കുട്ടികൾ എഴുതാൻ തുടങ്ങും. എന്നിട്ട് അവിടുത്തെ ടീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും എഴുതാത്ത കുട്ടികൾ എങ്ങനെ എഴുതിയെന്ന്. അത്രയും അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇതിനുള്ളത്. ഡോക്ടർ മറിയ മോണ്ടിസോറിക്ക് അവര് ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒന്നായിരുന്നു സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. അതിന്റെ റിസൾട്ടിനെ കുറിച്ച് അവർ വാദോരാതെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും വളരെ ഫേവറേറ്റ് ആണിത്. ഇത് നിങ്ങൾ ക്യാപിറ്റൽ എങ്കിലും ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. നമ്മുടെ പഴയ പ്രീവിയസ് ബാച്ചിലെ കുട്ടികൾക്കൊക്കെ ഇതിന്റെ റിസൾട്ട് മനസ്സിലാക്കിയപ്പം അവർ ചെല്ലുന്ന സ്കൂളിൽ ചിലപ്പോൾ മലയാളം പഠിപ്പിക്കാനുണ്ടാവും, ഹിന്ദി പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർ ഹിന്ദിയിലും മലയാളത്തിലും സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കട്ട് ചെയ്തു. എന്ത് പാടാന്നൊന്ന് ആലോചിച്ച് ഹിന്ദിയിലൊക്കെ കട്ട് ചെയ്യാം. ഈ സാൻഡ് പേപ്പർ കട്ട് ചെയ്യാൻ ഇച്ചിരി പാടാ. അപ്പൊ അത് നിങ്ങൾ ട്രേസ് ചെയ്ത് അതിന്റെ വരച്ച് അതില് പേപ്പർ നൈഫ് ഇല്ലേ, ആദ്യമൊക്കെ ഇച്ചിരി പാടായിരിക്കും പേപ്പർ നൈഫ് ഒന്ന് മൂവ് ആവാൻ. പിന്നെ നമ്മൾ അത് ചെയ്തു വരുമ്പോഴേക്കും ശരിയാകും. എനിക്ക് ഫസ്റ്റ് ആദ്യം ഞാൻ ഓർഡറിൽ തന്നെ ചെയ്തു ABC. അത് A-B ഒക്കെ ചെയ്ത് നല്ല പാടായിരുന്നു. K ഒക്കെ എത്തിയപ്പോ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയി. നമുക്ക് കട്ട് ചെയ്യുന്നത് നമുക്ക് വഴങ്ങി കട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഇത് ഞാൻ ഇപ്പൊ ചെയ്യാനല്ല പറഞ്ഞേ, ഞാൻ ഈ കുട്ടികളുടെ ആ ഒരു സ്പൂണിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. നമ്മൾ മണലിൽ എഴുതുന്നതും ഇതും ആ ഒരു എഫക്റ്റ് തന്നെയാണ്. പണ്ടത്തെ എഴുത്താശന്മാര് കുട്ടികളെ മണലിൽ എഴുതിക്കുമായിരുന്നു. ഇതിങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞപ്പോ 4th ബാച്ചിൽ ഒരു കുട്ടി പറഞ്ഞതാ. അതിന് ഒരു മോളും മോനുമാണ്. ഈ 2 പേരും അധികം ഏജ് ഡിഫറൻസ് ഇല്ല, ഒരേ സ്കൂളിലാണ്. അപ്പൊ ഈ കുട്ടിയുടെ അമ്മ അടുത്തങ്ങാണ്ട് പുഴയൊക്കെ ഉണ്ട്, പുഴയിൽ പോയി മണല് വാരിക്കൊണ്ട് വന്ന് അരിച്ച് നല്ലപോലെ ഉണക്കി അരിച്ച് നല്ല ഫൈൻ ആക്കിയിട്ട് അത് അവരുടെ വരാന്തയിൽ ഇങ്ങനെ വിരിച്ചിടുന്നു. കുട്ടികളെ അതിൽ എഴുതിപ്പിക്കും. അങ്ങനെ നല്ല ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ഈ കുട്ടികൾക്ക്. 7th സ്റ്റാൻഡേർഡോ മറ്റു 7 ആണോ 4ാം ക്ലാസ്സോ എന്തോ ചെറിയ ക്ലാസ്സാ. അപ്പൊ ഈ കുട്ടികളുടെ നോട്ട്ബുക്ക് കണ്ടിട്ട് ടീച്ചർ പാരന്റിനെ വിളിപ്പിച്ചു. നോട്ട്ബുക്ക് പല വർക്കുകൾ കൊടുത്തു വിടും. അപ്പൊ അത് ചെയ്തുകൊണ്ട് വരുന്ന കണ്ടിട്ട് പാരന്റിനെ വിളിപ്പിച്ചത് എന്തിനാ? കുട്ടിക്ക് വർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാ എഴുതി കൊടുക്കണേന്ന്. അത് അത്രയും ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. അത് കുഞ്ഞുങ്ങള് ഈ മണലിൽ എഴുതി അങ്ങനെ വന്നതാ. അതേ ഒരു എഫക്റ്റ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആയതുകൊണ്ടും ഈ മെറ്റീരിയലിന് ഇത്രയും ഒരു റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് കേട്ടോ. ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയലിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്. ഇത് തന്നെ നമ്പേഴ്സും നമ്മൾ ചെയ്യും. 1 തുടങ്ങി 10 വരെ. 10 0 to 9 ചെയ്തിട്ട് നമുക്ക് 2-3 സെറ്റ് ഉണ്ടെങ്കിൽ ഒരുമിച്ച് ചേർത്ത് വെച്ച് 2 digits ആക്കിയാൽ മതിയല്ലോ. നമുക്ക് ചെറിയ ക്ലാസ്സിൽ 100 വരെയും പോരെ, അതിന് വലിയ നമ്പർ പഠിപ്പിക്കുന്നില്ലല്ലോ.
അപ്പൊ നമുക്ക് 2-3 സെറ്റ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ ഇത് ചെയ്യാം. കട്ട് ചെയ്യുന്ന ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അടുത്ത് എവിടെയാ അവൈലബിൾ എന്ന് നോക്കുക. പിന്നെ ഏത് ടെക്സ്ചർ വേണം എന്നുള്ളത് നമ്മുടെ തന്നെ ബാച്ചിൽ ഒരു കുട്ടി കണ്ടുപിടിച്ച രീതി. യെസ് പ്ലീസ്. സാൻഡ് പേപ്പർ ഇങ്ങനെ കളർ സെപ്പറേറ്റ് വരുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടുള്ളത് ബ്ലാക്ക് ആണ് ഫുള്ള്. ഇത് ബ്ലാക്ക് ആണ്, ഞാനും ബ്ലാക്കേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ചിലതിലൊക്കെ റെഡ് കളറൊക്കെ കണ്ടു കേട്ടോ. ബ്രൗൺ ഉണ്ട്, ബ്രൗൺ കോഫി ബ്രൗൺ കളറിലെ അവൈലബിൾ ആണ്. റെഡ് ഒക്കെ. പക്ഷെ എന്റെ ഒരു റിക്വസ്റ്റ്, ഈ ഗ്ലിറ്റർ പേപ്പർ വാങ്ങരുത് കേട്ടോ. ഈ ഫോം ഷീറ്റ് പോലെയില്ലേ, ഗ്ലിറ്റേഴ്സ് പോലെ ഇരിക്കുന്ന ഫോം ഷീറ്റ്, അത് കാണാൻ വളരെ അട്രാക്റ്റീവ് ആണ്. നിങ്ങൾക്ക് കട്ട് ചെയ്യാനും എളുപ്പമാണ്. നമ്മുടെ ഈ ഷൂവിന്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന ഒരു തരം വളരെ തിന്നായിട്ടുള്ള അതിന്റെ ആ ഒരു ടെക്സ്ചറാ, കട്ട് ചെയ്യാൻ എളുപ്പമാണ്. എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ട്രേസ് ചെയ്യുമ്പോൾ ഗ്ലിറ്റേഴ്സ് അവരുടെ നഖത്തിന്റെ ഇടയിൽ കയറിയിരിക്കും. അവരുടെ വായിലൊക്കെ വെക്കില്ലേ, മുക്കിലും വായിലൊക്കെ വെക്കില്ലേ. പിന്നെ അതുമല്ല സാൻഡ് പേപ്പറിന്റെ ആ ഒരു ടെക്സ്ചർ അതിന് കിട്ടുകയില്ല. അപ്പൊ അത് നിങ്ങൾക്ക് ബ്ലാക്കോ ഇപ്പൊ കോഫി ബ്രൗൺ എന്ന് പറഞ്ഞില്ലേ, അതോ ഏത് കളറായാലും മതി. പക്ഷെ അത് സാൻഡ് പേപ്പർ വേണം. നമ്മുടെ ബാച്ചിൽ ഒരു കുട്ടി എങ്ങനെ ടെക്സ്ചർ ഒന്ന് കണ്ടുപിടിച്ച് എങ്ങനെയാണെന്നറിയോ? ചെന്നപ്പോ 2 രീതിയിലുള്ള ടെക്സ്ചർ കിട്ടി. അതെന്ത് ചെയ്തു, ഒരെണ്ണം ഇച്ചിരി റഫ്നെസ് കൂടുതൽ, ഒരെണ്ണം റഫ്നെസ് അങ്ങ് കുറവുള്ളത്. രണ്ടും A4 ഷീറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിന്റെ മോൻ ഒരു 3 വയസ്സുള്ളതായിരുന്നു, അതിന്റെ മുന്നിൽ വെച്ചു കൊടുത്തു. കൈ തൊടിയിച്ചു. കുട്ടി റഫ്നെസ് കൂടുതലുള്ളതിലാണ് കണ്ടിന്യൂസ് കൈ ഇതാക്കാൻ നോക്കിയത്. മറ്റേലൊന്ന് നോക്കി അതങ്ങ് മാറ്റി വെച്ചു. റഫ്നെസ് കൂടുതലുള്ളതിൽ കൈ ഇങ്ങനെ ഉരച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് കളിക്കുമായിരുന്നു. പിന്നെ ആ കുട്ടി ആ റഫ്നെസ് കൂടിയതിനെ സെലക്ട് ചെയ്തു. എന്റെ ഓർമ്മ ഞാൻ എടുത്തത് 80 ആണെന്നാണ് ഓർമ്മ, നമ്പർ മറന്നുപോയി. അപ്പൊ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു ഏതാണ് നമ്പർ ഏതാന്ന് ചോദിച്ചപ്പോ 120 എന്നാണ് എന്നോട് പറഞ്ഞത്. 120. നിങ്ങൾ നോക്കൂ, ഷോപ്പിൽ ചെന്ന് എല്ലാം ഒന്ന് കാണിച്ചതാന്ന് പറഞ്ഞ് തൊട്ടൊക്കെ നോക്കുക. ഇപ്പോഴേ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല, പക്ഷെ കളക്ട് ഒക്കെ ചെയ്ത് വെച്ച് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഇതൊന്നും പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് മോഡ്യൂൾ 3 വരുന്നത്. മോഡ്യൂൾ 3യും നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനും നമ്മളിപ്പോ സബ്ജക്ട് പറഞ്ഞില്ലേ, മോഡ്യൂൾ 1 പാർട്ട് 3 ആണ് കോർ ടോപ്പിക്, മോണ്ടിസോറി മെത്തേഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. അത് എടുക്കുന്നതിന് പാരലൽ ആയിട്ട് തന്നെ പ്രാക്ടിക്കൽ ചെയ്യും. കാരണം നമ്മൾ തിയറി പാർട്ട് 3 പഠിക്കുന്നു, ഈ മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻ തിയറി പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽ എടുക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ക്ലാരിറ്റി കിട്ടും. മനസ്സിലായോ? പ്രാക്ടിക്കലിന് എക്സാം ഇല്ല, പക്ഷെ പ്രാക്ടിക്കലിന്റെ ഒരു ഡിവിഷൻ നമ്മൾ തരും. അതിൽ നിങ്ങൾക്ക് വൈവ ഉണ്ട്. ഇപ്പൊ ഇത്രയും പറഞ്ഞത്, 6 സബ്ജക്ട് പറഞ്ഞത് ഡിപ്ലോമ സ്റ്റുഡൻസിനും PG സ്റ്റുഡൻസിനും കോമൺ ആയിട്ടുള്ള 6 സബ്ജക്റ്റ് ആണ്. മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം മോഡ്യൂൾ 3 പ്രാക്ടിക്കലും. PGക്കാർക്ക് മോഡ്യൂൾ 4 മോഡ്യൂൾ 5 ഉണ്ട്. അത് 2 സബ്ജക്റ്റ് ആയിട്ടാണ്. അപ്പൊ എക്സാം എഴുതുമ്പോ PGയും ഡിപ്ലോമയും ഒരുമിച്ച് കോമൺ സബ്ജക്ട്സ് എഴുതും. അത് കഴിയുമ്പോ അനദർ 2 days PGക്കാർക്ക് ആ 2 സബ്ജക്റ്റിന്റെ എക്സാമും നടത്തും. ഇതിന്റെ പ്രാക്ടിക്കൽസ് നമ്മൾ കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്രാക്ടിക്കലിന്റെ ഡെമോ ക്ലാസ്സും തരും. അതുപോലെ തന്നെ നേരിട്ട് ഓഫീസിൽ വന്ന് പ്രാക്ടിക്കൽ ചെയ്യാനുള്ള അവസരവും കിട്ടും. വരാൻ പറ്റുന്നവർക്ക് ജോയിൻ ആവാം. നമ്മൾ മാൻഡേറ്ററി ആയിട്ടോ നിർബന്ധമായിട്ടോ കമ്പൽസറിന്നോ ഒന്നും പറയുന്നില്ല. നേരിട്ട് വന്ന് ചെയ്യാനായിട്ട് ഒരു ദിവസവും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങളോട് ചോദിച്ചിട്ട് കൺവീനിയന്റ് ആയിട്ട് ഒരു ഡേ, സാറ്റർഡേസ് ആയിരിക്കും കൂടുതൽ, കാരണം മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട്. എന്തോ അതാ പറഞ്ഞേ, ഓൺലൈനായിട്ട് ഡെമോ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഞാൻ മെറ്റീരിയൽസ് ഇപ്പോഴത്തെ സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചു തന്നില്ലേ, നിങ്ങൾക്ക് അത് കാണാനേ പറ്റുള്ളൂ, തൊട്ട് നോക്കാൻ പറ്റിയില്ല അല്ലെ? അതേ ഉള്ളൂ ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു പ്രശ്നം. ഇതെല്ലാം ഞാൻ ഡെമോ കാണിച്ചു തരും, നിങ്ങൾക്കത് കാണാനേ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും പറയാനാണോ? ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എനിക്ക് എക്കോ വരുന്നത്. താങ്ക് യു. അപ്പൊ ഓക്കെ, അപ്പൊ ഇതാണ് ഇനി പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ഓൺലൈൻ ആയിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നേരിട്ട് വന്നുള്ള ക്ലാസ്. ക്ലിയർ ആയോ? അതൊക്കെ ലാസ്റ്റ്, അതായത് നമ്മൾ പാർട്ട് 3 എത്തുമ്പോഴാണ് അതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പാർട്ട് 1 തുടങ്ങിയിട്ട് പോലും ഇല്ല, തുടങ്ങാനായിട്ട് പോകുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടാനുണ്ടോ?
മാം അപ്പൊ ഞാൻ ചോദിച്ചു മൊഡ്യൂൾ 3 ആണോ പ്രാക്ടിക്കൽ വരുന്നത്? അതെ, മൊഡ്യൂൾ 3 ആണ് പ്രാക്ടിക്കൽ. അത് ഫുൾ പ്രാക്ടിക്കൽ ആണ്. ആക്ടിവിറ്റീസ്, ഡെമോൺസ്ട്രേഷൻ. ചുമ്മാ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ കാണാം നമ്മൾ ഈ സ്പൂണിങ് ചെയ്യുന്നത്, പിന്നെ കടല, പരിപ്പ്, പയറൊക്കെ ഒരു കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്യുന്നത്, പിന്നെ മറിയ മോണ്ടിസോറി ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറെ മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം വരുന്നത് മൊഡ്യൂൾ 3-യിലാണ്. വായിച്ചു നോക്കി അത് കുറച്ച് ചെയ്യുകയും ചെയ്തു. ആണോ? വെരി ഗുഡ്. ചെയ്തതെന്ന് കാണിക്കാൻ പറ്റുന്ന വല്ലതും ഉണ്ടോ? നമുക്ക് വീട്ടിൽ നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യിക്കാം. ബാക്കി ഓരോരോ ടീച്ചറായിട്ട് ഓരോ മെറ്റീരിയലിന്റെ കാര്യങ്ങൾ വരുമ്പോൾ അവർ നിങ്ങളോട് പറയും എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മളെല്ലാം പിന്നേക്കെന്ന് പറഞ്ഞിട്ട് പെൻഡിങ് വെക്കരുത്. മാം ഒന്ന് വിചാരിക്കല്ലേ, പിന്നെ ഞാൻ ചോദിക്കുന്നു, പിന്നെ മാം എടുക്കുന്ന സബ്ജക്ട് മോണ്ടിസറിൻ്റെതാ? മാം എടുക്കുന്ന സബ്ജക്ട് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനാ? ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിലെ ഫസ്റ്റ് യൂണിറ്റ് ഞാനാണ്, സെക്കൻഡ് യൂണിറ്റ് ഞാനാണ്, 6th യൂണിറ്റും ഞാനായിരിക്കും. 1 to 6 ഈ യൂണിറ്റ്സ് ഞാനാണ് എടുക്കുന്നത്. മാം എടുക്കുന്നത് ഇപ്പൊ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണല്ലേ സബ്ജക്ട്? ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ സബ്ജക്ട് അത് അതേതാണ്. ഇനി അടുത്ത ടീച്ചർമാരൊക്കെ എടുക്കാൻ പോകുന്നത് അതിൽ നിന്ന് തന്നെയാണ്. ആ 8 യൂണിറ്റ്സും കഴിയുമ്പോഴാണ് പാർട്ട് 2ലേക്ക് വരുന്നത്. ചിലപ്പോൾ എന്റെ ടോപ്പിക് 6 യൂണിറ്റ്സ് 6ഉം കഴിഞ്ഞു കഴിയുമ്പോൾ ബാക്കിയുള്ള ഏതെങ്കിലും ടീച്ചർ പാർട്ട് 1 എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ആ ടീച്ചർ അത് കണ്ടിന്യൂ ചെയ്യും. ഞാൻ അടുത്ത പാർട്ടിലേക്ക് പോകും. പാർട്ട് 2 മോസ്റ്റ് പ്രോബബ്ലി ഞാൻ രണ്ടാമത്തെ സബ്ജക്റ്റിൽ ഏതെങ്കിലും പോർഷൻ എനിക്ക് എടുക്കണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ 3ാമത്തെ സബ്ജക്റ്റ് ആയിരിക്കാം, സൈക്കോളജി ആയിരിക്കാം ഞാൻ എടുക്കുന്നത്. ഇറ്റ്സ് എന്തായാലും പാർട്ട് 1 കൺഫേം ആയിട്ട് പറയാം. യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 6 അത് 3ഉം ഞാനായിരിക്കും. യൂണിറ്റ് 1 മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. സെക്കൻഡ് യൂണിറ്റ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും അതിന്റെ ഹൈജീനും. 6th യൂണിറ്റ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, മനസ്സിന്റെ ആരോഗ്യവും അതിന്റെ ഹൈജീനും. ഈ 3 യൂണിറ്റ്സ് ആണ് ഞാൻ എടുക്കുന്നത്. 1, 2 and 6. ക്ലിയർ ആയോ? താങ്ക് യു. ടെക്സ്റ്റ് കിട്ടിയില്ല അതുകൊണ്ടാ. ആണോ? ഓക്കെ. സിലബസ് കണ്ടിരുന്നോ നംഷീന? ഇല്ല. പാർട്ട് 2 ഏത് സബ്ജക്റ്റ് ആണ് ഇപ്പൊ എനിക്ക് കൺഫർമേഷൻ പറയാൻ പറ്റില്ല. പക്ഷെ പാർട്ട് 3 ഞാൻ എടുക്കുന്ന സബ്ജക്ട്സ് ഞാൻ പറയാം. യൂണിറ്റ് 3, 4, 7 and 10. 3, 4, 7 and 10 പാർട്ട് 3. ബാക്കിയുള്ള ടീച്ചേഴ്സ് ചിലപ്പം അവരുടെ ഏതാണെന്നുള്ളത് അവർക്ക് ഇപ്പൊ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും അറിയാമെങ്കിൽ അവർ പറഞ്ഞു തരും. 1 നിങ്ങൾ ഓർത്ത് വെക്കുക. അല്ല, മാമിൻ്റെത് ഞാന് പിന്നെ നോട്ട്സില് ഒന്ന് ഇതാക്കി വെച്ചായിരുന്നു. അപ്പൊ മാമിൻ്റെത് ഏതാ സബ്ജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനനുസരിച്ച് എഴുതല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഓക്കെ, നിങ്ങൾക്കിപ്പോ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിരുന്നു. ഇനി ഞാൻ എക്സാമിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. നമ്മള് മോഡ്യൂൾ 1 നോക്കിയപ്പോ നമ്മൾ കണ്ടു 4 പാർട്ട് അല്ലേ? അതിലെ പാർട്ട് 1ഉം പാർട്ട് 2ഉം 3 സബ്ജക്റ്റ് ആയി. പാർട്ട് 1ഉം പാർട്ട് 2 എന്ന് പറയുമ്പോൾ 3 സബ്ജക്റ്റ് അല്ലേ? ഈ പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിയുമ്പോൾ നിങ്ങൾക്ക് ടേം 1 എക്സാമിനേഷൻ ഉണ്ടാകും. ടേം 1 എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യന് ആൻസറിന് 2 മാർക്ക്. അപ്പൊ 100 മാർക്കിലുള്ളതായിരിക്കും. 1 അവർ, 1 മണിക്കൂറിൽ 50 ക്വസ്റ്റ്യൻ, ഒരു ആൻസറിന് 2 മാർക്ക്, 100 മാർക്ക്. ഈ 50 ക്വസ്റ്റ്യനില് 40 ക്വസ്റ്റ്യൻ ആയിരിക്കും പാർട്ട് 1ന്നും പാർട്ട് 2ന്നും ചോദിക്കുന്നത്. അതായത് 3 സബ്ജക്റ്റിൽ നിന്നും ചോദിക്കുന്നത്. 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നായിരിക്കും. അങ്ങനെയാണ് 50 ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ 80 മാർക്ക് പാർട്ട് 1 and 2 മോഡ്യൂൾ 1-ലെ, 20 മാർക്ക് മോഡ്യൂൾ 2 ഇംഗ്ലീഷ്. ക്ലിയർ ആയോ? പിന്നെ പറയോ? എന്തോ എക്സാമിന്റെ കാര്യമാണോ? എക്സാമിന്റെ ഒന്നുകൂടെ പറ. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? താങ്ക് യു. പാർട്ട് 1ഉം പാർട്ട് 2ഉം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ടേം 1 എക്സാമിനേഷൻ ഉണ്ടാകും. ടേം 1 എക്സാമിനേഷൻ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യൻ ആൻസറിനും 2 മാർക്കാണ്. അങ്ങനെ 100 മാർക്കിലുള്ള എക്സാം ആയിരിക്കും. ഇതിലെ 40 ക്വസ്റ്റ്യൻ ആണ് പാർട്ട് 1ന്നും 2ൽ നിന്നും വരിക.
10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതുവരെ പഠിപ്പിച്ച ഇംഗ്ലീഷ് പോർഷനിൽ നിന്നായിരിക്കും. അപ്പൊ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പാർട്ട് 1 and 2 നിന്നും മോഡ്യൂൾ 1 20 മാർക്ക് മോഡ്യൂൾ 2 ഇംഗ്ലീഷിൽ നിന്നായിരിക്കും. ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. MCQ. ആൻസറിന് 4 ഓപ്ഷൻ ഉണ്ടാകും. ഏറ്റവും കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഒരു ഗൂഗിൾ ഫോം ആയിരിക്കും തരുന്നത്. അപ്പൊ അത് പേടിക്കേണ്ട. ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് തരും. അപ്പൊ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വരും. അതേ മോഡലിൽ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരെ. ഇതുപോലെ തന്നെ ഗൂഗിൾ ഫോം ക്ലിക്ക് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വരും. ആൻസർ ഓപ്ഷൻ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴേക്കും അതിങ്ങനെ എന്താ ബുള്ളറ്റ് അതിങ്ങനെ ബോൾഡ് ആയിട്ട് വരും. അങ്ങനെ 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 പോകും. പിന്നെ ഇത് അത് കഴിഞ്ഞ് മാം ഇപ്പൊ റോങ് ആൻസർ ആണെങ്കിലോ? റോങ് ആൻസർ ആണെങ്കിൽ ക്ലിയർ ചെയ്യാൻ നമുക്ക് തോന്നുവാണെങ്കിൽ തെറ്റിപ്പോയി തോന്നുവാണ് രണ്ടാമത് ചെയ്യണമെങ്കിൽ അന്നാണോ? ആ അതിനകത്ത് ക്ലിയർ സെലക്ഷന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്താലും മതി. അല്ലെങ്കിൽ ABCD ഇങ്ങനെ 4 ഓപ്ഷൻ ആണ്. ഞാൻ ഫസ്റ്റ് A ക്ലിക്ക് ചെയ്തു. അപ്പൊ അവിടെ ഇങ്ങനെ ബോൾഡ് ആയി. അപ്പൊ എനിക്ക് തോന്നി A അല്ല ശരി C ആണെന്ന് തോന്നി. ഞാൻ Cയിൽ ടച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി A എന്ന് മാറും. ഓക്കെ. മനസ്സിലായോ? മാം ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയമുണ്ടോ? 1 മണിക്കൂറുണ്ടല്ലോ. രഞ്ജിനി പറഞ്ഞു, ചോദിച്ചു. അതെ, ഈ ഫസ്റ്റ് ടേം എക്സാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് ഏകദേശം ഏത് സമയത്തായിരിക്കും ഇത് കണ്ടക്ട് ചെയ്യുന്നത്? പാർട്ട് 1 and 2 തീരുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഇത് ഡിസംബർ മന്ത് അല്ലേ, ഡിസംബർ തീരാറായി. മിക്കവാറും ജനുവരി ഫെബ്രുവരി 2 മാസമെങ്കിലും കഴിയണം ആ ഒരു സബ്ജക്ട്. ഒന്നാമത്തെ സബ്ജക്ട് ഒരു ജനുവരി ഫെബ്രുവരി പകുതിയും കൊണ്ട് തീരുവാണെങ്കിൽ ഒന്നാമത്തെ സബ്ജക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പാർട്ട് 1 ഒന്നാമത്തെ സബ്ജക്ട് ആണല്ലോ. പിന്നെ ബാക്കി 2 തീരണം. അപ്പം ഫെബ്രുവരി മാർച്ച് ഒരു ഏപ്രിലെങ്കിലും ആവുമായിരിക്കും. ഒരു കണക്കുകൂട്ടൽ ഞാൻ പറയാം. നമ്മളിനി ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. നിങ്ങൾക്ക് ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റുകൾ തരും. മോക്ക് ടെസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ അപ്പൊ തന്നെ മാർക്ക് അറിയാൻ പറ്റും. എക്സാമിന്റെ മാർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അത് പിന്നീട് നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റൂ. ടേം 1ഉം അതുപോലെ തന്നെ പാർട്ട് 3ഉം 4ഉം തീരുമ്പോൾ ടേം 2 എക്സാമിനേഷൻ ഉണ്ടാകും. ഇതുപോലെ തന്നെ 50 ക്വസ്റ്റ്യൻസ്, 40 ക്വസ്റ്റ്യൻ പാർട്ട് 3നും 4നും, 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിന്റെ ബാക്കി പോർഷനിൽ നിന്ന് മോഡ്യൂൾ 2ൽ നിന്ന്. അതും ഇതുപോലെ തന്നെ 50 ക്വസ്റ്റ്യൻസ്. ഈ 2 ടേം എക്സാമിനേഷൻ ശരിക്കും നിങ്ങൾക്കുള്ള ഒരു പ്രാക്ടീസ് ആണ്. മെയിൻ എക്സാമിലേക്കുള്ള ഒരു പ്രാക്ടീസ്. മെയിൻ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് വൈസ് ആയിരിക്കും. നമ്മൾ 7 സബ്ജക്ട് പറഞ്ഞില്ലേ, മോഡ്യൂൾ 1ലെ 6 സബ്ജക്റ്റും ഇംഗ്ലീഷും കൂടെ ചേർത്ത് 7 സബ്ജക്ട്. അപ്പൊ 7 എക്സാം ആയിരിക്കും. ഇതുപോലെ 50 ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്ട്. മാം അപ്പോ നമുക്ക് ഈ ഫസ്റ്റ് ടേം എക്സാം സെക്കൻഡ് ടേം എക്സാം ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ലാസ്റ്റ് ഈ ഫൈനലിൽ നമുക്ക് ഇതിന്റെ C മാർക്കോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? നമ്മൾ ഇതുവരെയും എല്ലാ കുട്ടികളും മെയിൻ എക്സാം എഴുതാറുണ്ട്. ടേം എക്സാമിന്റെ മാർക്ക് കൺസിഡർ ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യവും നമുക്ക് വന്നിട്ടില്ല. അപ്പൊ ടേം എക്സാമിനേഷൻ അവർക്കൊരു മോഡൽ എക്സാം പോലെയാണ്. നമ്മൾ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യില്ലേ 10th ഹയർ സെക്കൻഡറിക്കൊക്കെ, അതുപോലൊരു മോഡൽ എക്സാം പോലെയാണ്. നമ്മൾക്കൊന്ന് കോൺഫിഡന്റ് ആകാൻ എങ്ങനെയാണ് മെയിൻ എക്സാം എന്നുള്ളത്. മോക്ക് ടെസ്റ്റ് ആണ്. മോക്ക് ടെസ്റ്റ് ട്രയൽ എന്നല്ല. നിങ്ങളുടെ ഒരു യൂണിറ്റ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നു. അപ്പൊ എത്രത്തോളം അത് പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം ഒന്ന് മനസ്സിലാവും എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റ് തരുന്നത്. മോക്ക് MOCK ആണ്. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. മാം ഈ ടീച്ചിങ് പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിപ്പോ നമ്മളുടെ ഈ ഒരു CE മാർക്ക് അങ്ങനെ എന്തിലും ഇൻക്ലൂഡഡ് ആണോ, അതോ നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണോ ഈ ടീച്ചിങ് പ്രാക്ടീസ്? ടീച്ചിങ് പ്രാക്ടീസ് ഞാൻ അതിന്റെ കാര്യം ഒന്നും വിശദമായിട്ട് പറയാം. നമ്മൾ പാർട്ട് 3യുടെ സബ്ജക്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അത് അറിയുമ്പോഴാണല്ലോ നമ്മൾ മോണ്ടിസോറി മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്കത് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂൾ സെലക്ട് ചെയ്ത് അവരോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് ഇങ്ങനെ ഈ കോഴ്സ് ചെയ്യുവാണ്, എനിക്കിവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്താൽ കൊള്ളാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവർ റിക്വസ്റ്റ് ലെറ്ററും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് കൊടുക്കുമ്പോഴേക്കും അവര് ഓക്കെ ചെയ്തോളൂ, ഇത്ര ദിവസം 10 to 15 days ആണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. നിങ്ങൾക്ക് തോന്നുവാണ് 10 to 15 days എനിക്കൊരു പ്രാക്ടീസ് കറക്റ്റ് ആയില്ല, എനിക്കൊരു 1 month ചെയ്യണം, അല്ലെങ്കിൽ 2 months ചെയ്യണം, 3 months ചെയ്യണം എന്നൊക്കെ തോന്നും. അങ്ങനെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ചിലര് ആ സ്കൂളുകാർ പറയും ഇവിടെ തന്നെ പ്ലേസ്ഡ് ആക്കും.
ചില കുട്ടികളെ ജോബ് ചെയ്തോളൂ എന്നിട്ട് പേയ്മെന്റിൽ തന്നെ അവർക്ക് അവിടെ ജോബ് കിട്ടാറുണ്ട്. അപ്പൊ പിന്നെ ചില ടീച്ചേഴ്സ് ആയിരിക്കും നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്ത ടീച്ചർമാരുണ്ടാകും. അവരെ സംബന്ധിച്ച് സെപ്പറേറ്റ് ഒരു ടീച്ചിങ് പ്രാക്ടീസിന് പോകേണ്ട ആവശ്യമില്ല. അവർ ഈ മനസ്സിലാക്കിയ മെത്തേഡ് അതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ചിലർക്ക് ചില ഫാമിലിയിലെ സിറ്റുവേഷൻസ് കൊണ്ടോ എന്തെങ്കിലും ചിലപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡെലിവറി ടൈം ആയിരിക്കും, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും പേഴ്സണലി. അപ്പോൾ അവര് ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയാൽ മതിയെന്ന് ചോദിക്കും. നമ്മൾ അതും കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. ആക്ച്വലി കോഴ്സിന്റെ ഒപ്പാണ് ചെയ്യേണ്ടത്, പക്ഷെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അത് മതി എന്ന് പറയും. പക്ഷെ വൈവ സമയത്ത് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ടീച്ചിങ് പ്രാക്ടീസിന് 50 മാർക്ക് ഉണ്ട്. അപ്പൊ വൈവ സമയത്ത് നമ്മൾ ഇങ്ങനെ ഇത് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടില്ല, കാരണം പലർക്കും പല കുഞ്ഞു ബേബീസ് വീട്ടിലുള്ളവർക്ക് കുട്ടിയെ ആക്കിയിട്ട് ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റാറില്ല. കാരണം കുട്ടി ഒരുവിധം ആയിട്ട് പുറത്തു പോയി ജോലി ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവരായിരിക്കുമല്ലോ. നമ്മളിത് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ വൈവേല് നമുക്ക് ഈ ടീച്ചിങ് പ്രാക്ടീസ് എന്നുള്ള സംഭവത്തിന്റെ മാർക്ക് ഇടുന്നുള്ളൂ. ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ വൈവ ടൈമില് അവരെ കൊണ്ട് ഒരു വിർച്വലി ഒരു ക്ലാസ് റൂം ആണ് എന്നൊക്കെ പറഞ്ഞ് അസ്യൂം ചെയ്യിപ്പിച്ചിട്ട് ക്ലാസ് എടുപ്പിക്കും. നമുക്ക് മാർക്ക് കൊടുക്കാൻ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ മാം, ഞാൻ ചോദിച്ച വേറൊന്നും അല്ല, മോനെ സ്കൂളിലെ ആക്കാറായി ടൈമായി. അപ്പോ ഈ ഒരു ടീച്ചിങ് പ്രാക്ടീസ് അവനെ പഠിക്കാൻ വിടുന്ന സ്കൂളിലാണെങ്കിൽ ഒരു ഫസ്റ്റ് 20 days അവന്റെ കൂടെ പോവാലോ. അപ്പൊ അവനും അതൊരു ഇതായിരിക്കും നോർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അങ്ങനെ ചെയ്യൂ. കാരണം എന്താന്ന് വെച്ചാലുണ്ടല്ലോ, ഈ ചിലപ്പോ ആ സ്കൂളുകാർക്ക് ഓക്കെ എന്തായാലും അവിടെ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയും കൂടെ ആകുമ്പോഴേക്കും നമുക്കൊരു പ്രിഫറൻസ് കിട്ടും. അവിടെ തന്നെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഒരു ഒഴിവൊക്കെ വരുവാണെങ്കിലേ. ഓക്കെ മാം, ഞാൻ അതാ ചോദിച്ചത്. അപ്പൊ അവനൊരു കംഫർട്ട് ആയിരിക്കും ഞാൻ പോകുമ്പോഴത്തേക്കിനും. അതാ ചോദിച്ചത്. 3 വയസ്സായില്ല, ആകുമ്പോ ഒരു നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ എവിടെയെങ്കിലും ചേർക്കാന്ന് ഓർത്ത്. അടുത്ത സ്കൂളുകളുണ്ട്, അപ്പൊ അവിടെ ചേർക്കാന്ന് ഓർത്തിട്ടാ. അപ്പൊ ജൂൺ സമയം എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബ്ലി ജൂൺ ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ മോണ്ടിസോറി മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യും. ആണല്ലേ? ഞാൻ എടുക്കുന്നത് മോഡ്യൂൾ 1 ഇത്രയും പറഞ്ഞ 3 യൂണിറ്റ്സ്. അത് കഴിഞ്ഞു കഴിഞ്ഞാല് പാർട്ട് 2 ബാക്കി എനിക്ക് 2 ചാപ്റ്റർ എങ്ങാനേ വരുള്ളായിരിക്കും. അത് കഴിഞ്ഞ പെട്ടെന്ന് തന്നെ പാർട്ട് 3 ഞാൻ കിടക്കും. അപ്പൊ മോസ്റ്റ് പ്രോബ്ലി ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും മോണ്ടിസോറി മെത്തേഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ മാം, കുഴപ്പമുണ്ടാവില്ല. ഓക്കെ മാം, താങ്ക് യു. ഇല്ലെങ്കിലും നമ്മുടെ ഓരോ ക്ലാസ് പോകുമ്പോൾ ഞാൻ മോണ്ടിസോറി മെത്തേഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്ലാസ്സസ് പോകുന്നത്. പിന്നെ ഒരു ഡൗട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എല്ലാവരും മീൻസ് വീട്ടിലെ മറ്റു മെമ്പേഴ്സും ഇങ്ങനെ അതിൽ കൂടെ നടക്കുമ്പോൾ ക്ലാസ് ഓവർ ഹെയർ ചെയ്യുമ്പോൾ ചോദിക്കും, ഈ നമ്മള് ഫസ്റ്റ് യൂണിറ്റിൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഒരു കുട്ടിയുടെ ആരോഗ്യം, എന്തൊക്കെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം, കുട്ടികൾക്ക് ഉണ്ടാകുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖങ്ങള്, അതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യണം, എന്ത് പ്രിക്കോഷൻസ് എടുക്കണം, കുട്ടികളുടെ വെൽഫെയർ ഗവൺമെന്റ് സൈഡിൽ നിന്നൊക്കെ എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് സെക്കൻഡ് ആകുമ്പോഴേക്കും അതിനകത്ത് സൈക്കോളജി, കുട്ടിയുടെ വളർച്ചയെ കുറിച്ചും. അപ്പൊ ചോദിക്കും, നിങ്ങളിത് എന്താ പഠിക്കുന്നത്, മോണ്ടിസോറി തന്നെയാണോ പഠിക്കുന്നത്? അങ്ങനെ ഒരു സംശയം പലപ്പോഴും പഠിക്കുന്നവർക്കും ഉണ്ടാവും, വീട്ടിലുള്ള മറ്റു മെമ്പേഴ്സിനുണ്ടാവും. നമ്മളൊരു കുഞ്ഞിനെ പറ്റി ഉള്ള എല്ലാം, എനിക്ക് തോന്നുന്നു ജനിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ അച്ഛനും അമ്മയും അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയം തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു ഫീറ്റസ്, ആ ഒരു എംബ്രിയോ അമ്മയുടെ വയറ്റില് വോമ്പിലാകുന്ന ടൈം തുടങ്ങി അതിന്റെ ഓരോരോ ഡെവലപ്മെന്റ് നമ്മൾ അറിയണം. 9 months പൂർത്തിയായി കുട്ടി പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെയുള്ള അവന്റെ കാര്യങ്ങൾ അറിയണം. അങ്ങനെ അറിഞ്ഞാലല്ലേ 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികൾ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ അവരെ നമുക്ക് നോക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ആ ഓർഡറിൽ പോകുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നേരിട്ട് ചെല്ലുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ റിട്ടൺ എക്സാമിനേഷൻ ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല, പലപ്പോഴും എസ്എ ടൈപ്പ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, പാരഗ്രാഫ് റൈറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ MCQ ആവുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു സംശയം തോന്നും. ഒട്ടും അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. അസൈൻമെന്റ് എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അപ്പൊ റിട്ടൺ ആയിട്ട് ആളുകൾ എഴുതുന്നത്, അതായത് നേരിട്ട് പഠിക്കുന്നവര് പരീക്ഷ എഴുതുന്നു, അത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. ഇതുപോലെ ബ്രാക്കറ്റിൽ നിന്ന് എഴുതുന്നതായിരിക്കില്ല. ചിലപ്പോൾ 6 മാർക്കിന്റെ ഒരു പാരഗ്രാഫിൽ എഴുതുക, 2 പേജ് എഴുതുക, 100 വേർഡ്സ് എഴുതുക, 150 വേർഡ്സ് എഴുതുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അവരെടുക്കുന്നത്. അങ്ങനെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് അസൈൻമെന്റിന് തരുന്നത്. അപ്പൊ അതുകൊണ്ട് അയ്യോ അസൈൻമെന്റ് എന്തോരം വർക്കാ, ഞാൻ ഈ കോഴ്സ് നിർത്തിയിട്ട് പോകും, അങ്ങനെ വിചാരിക്കരുത്. 2 ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ, അത് ഓൺലൈൻ ആയെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഓഫ്ലൈനിന്റെ അതേ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസൈൻമെന്റ് എഴുതുന്നത്.
പിന്നെ ചിലത് നമുക്ക് ക്ലാസ്സിൽ സെമിനാർ പോലെ എടുക്കാം ചില കാര്യങ്ങൾ. ഇപ്പൊ വേൾഡ് ന്യൂട്രീഷൻ ഡേ, ആ ദിവസം നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊരു സ്കൂളിലെ ടീച്ചറാണ്, വേൾഡ് ന്യൂട്രീഷൻ ഡേ വരുവാണ്, പാരന്റ്സിനെയൊക്കെ വിളിച്ചിട്ട് ആ വേൾഡ് ന്യൂട്രീഷൻ ഡേയുടെ പ്രാധാന്യം അതിനെക്കുറിച്ച് ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരികയാണ്. ദാറ്റ് മീൻസ് നമ്മളൊരു ക്ലാസ് എടുക്കണം, നമുക്കത് സെമിനാർ പോലെ എടുക്കാം. പിന്നെ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ ടീച്ചേഴ്സ് ഉണ്ട്. നമ്മളിപ്പോ APJ അബ്ദുൽ കലാം, മറിയ മോണ്ടിസോറി, പിന്നെ ഹെലൻ കെല്ലറെ പഠിപ്പിച്ച അനീസ് ഇലവൻ, പിന്നെ ഡോക്ടർ S രാധാകൃഷ്ണൻ, അല്ലെ, അങ്ങനെ ടീച്ചേഴ്സ് ഡേ നമ്മൾ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ, അദ്ദേഹത്തിന്റെ ഒരു മെമ്മറൈസേഷനിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതിപ്പോ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ടീച്ചറെ പറ്റി ക്ലാസ് എടുക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന ഈ ഓരോ ആക്ടിവിറ്റീസും ഈ നിങ്ങൾക്ക് ഓഫ്ലൈൻ പോകുന്നതിന്റെ അതേ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാണ്ട് കഷ്ടപ്പെടുത്താനല്ല. അതും കൂടെ ഞാൻ പറയട്ടെ, ഇത്രയും വർക്ക് വരുമ്പോൾ എന്നെ കൊണ്ട് ഈ കോഴ്സ് പറ്റുന്നില്ല, ഞാൻ നിർത്തിയിട്ട് പോവാണ്, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. കുറേ പേരിങ്ങനെ ലാസ്റ്റ് മൊമെന്റ് ഒക്കെ ആകുമ്പോൾ മാം ഞാൻ നിർത്തുകയാണ്, ഞാൻ അവരെ അതിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന് എന്നിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി പോകുമ്പോൾ പറഞ്ഞിട്ട് പോകും, അന്ന് ഞാൻ വേണ്ടാന്ന് വെക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. അപ്പൊ അത് ഓർക്കുക കേട്ടോ. നമുക്ക് ആ ക്വാളിറ്റി കുറയരുത്. നമുക്ക് അതേ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾ നേരിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടണം അതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അസൈൻമെന്റും ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നത്, കഷ്ടപ്പെടുത്താനല്ല കേട്ടോ. മിക്കവാറും എന്റെ റോൾ മോഡൽ മിസ്സായിരിക്കും. താങ്ക് യു സോ മച്ച്. ഇപ്പോഴേ ഒന്ന് വിചാരിച്ചോ. ഹൗ ക്യാൻ വി സബ്മിറ്റ് ദ അസൈൻമെന്റ്? ഓക്കെ, അതും പറഞ്ഞുതരാം. അവിടെ ഒരു ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു, ഹൗ ക്യാൻ വി സബ്മിറ്റ് അസൈൻമെന്റ്? നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യും. ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഇത് ഒരു അസൈൻമെന്റ് എഴുതി നമ്മളൊരു പേജ് എഴുതി വിചാരിച്ചു, നമുക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഇമേജ് എടുക്കാം, അല്ലെങ്കിൽ അതിനെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്ത് അങ്ങനെയും സബ്മിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോമിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ സബ്മിറ്റ് ചെയ്യാൻ ഒരു വാട്സാപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്യും, അതിലേക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. പക്ഷെ ചിലപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കിട്ടാൻ സമയം എടുക്കും, അതും കൂടെ പറയാം. ഇത്രയും പേരുടെ വരുന്നതല്ലേ, ചിലപ്പോൾ ഒരാൾ ഇരുന്നായിരിക്കും കറക്റ്റ് ചെയ്യുക, ചിലപ്പോൾ ഞാൻ മാത്രം ഇരുന്നായിരിക്കും കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ടീച്ചർ. നമുക്കിടെ സമയം അനുസരിച്ച് ക്ലാസ്സും ഉണ്ട്. അപ്പൊ സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ അയ്യോ എനിക്ക് മാർക്ക് വന്നില്ലല്ലോ, അയ്യോ എനിക്ക് മാർക്ക് വന്നില്ലെന്ന് കുറിച്ച് പേടിക്കണ്ട. ഇനി അഥവാ മാർക്ക് കിട്ടിയില്ലെങ്കിലും വൈകുന്ന സമയത്ത് നമ്മൾ ചോദിക്കും, നിങ്ങൾ അസൈൻമെന്റ്സ് എല്ലാം ചെയ്തോ, കംപ്ലീറ്റ് ചെയ്തോ? ഏതെങ്കിലും ഒരു അസൈൻമെന്റ് എടുത്തിട്ട് റാൻഡം ആയിട്ട് എടുത്തിട്ട് അതിനെപ്പറ്റി ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകും അസൈൻമെന്റ് എല്ലാം നിങ്ങൾ ചെയ്തു, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാർക്ക് ഇടും. അതൊരു ട്രസ്റ്റ് ആണ്, നമ്മൾ തമ്മിൽ ബിൽഡ് ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ആണ്. നിങ്ങൾ പറയാണ് ഞാനിതെല്ലാം ചെയ്യും, എല്ലാം നമ്മൾ ഒന്നും ചോദിക്കാൻ വരില്ല. ആ ഒരു ട്രസ്റ്റ്, കാരണം ആ ചെയ്യുന്ന വർക്കെല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, അവനവന് വേണ്ടിയിട്ടാണ്. എഡ്യൂക്കേഷൻ നമുക്ക് ടെക്സ്റ്റ് അങ്ങനെ നോട്ട്സ് ഒക്കെ തരത്തില്ലേ? ഇല്ല, നോട്ട്സ് തരില്ലല്ലോ. എന്തിനാ നോട്ട്സ് തരണേ? ഞാൻ തരില്ല കേട്ടോ, ബാക്കി ടീച്ചേഴ്സ് തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് നോട്ട്സിന്റെ ആവശ്യം തരില്ല. ഒത്തിരിയാണ് ചോദിച്ചത് എന്നോട്, അത് താരെയാണ്. ഞാനൊരു ഡൗട്ട് ചെയ്യട്ടെ മാം. നമ്മൾ അസൈൻമെന്റ് എല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണോ എഴുതണ്ടേ, അതോ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? മലയാളത്തിൽ എഴുതാൻ പറ്റില്ല, നമ്മൾ ഇംഗ്ലീഷാണ്, നമ്മുടെ മീഡിയം ഇംഗ്ലീഷ് ആണ്. പക്ഷെ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്കൊരു ഐഡിയ മൊത്തം മലയാളത്തിലാണ് വന്നെന്ന് വിചാരിച്ചു, മലയാളത്തിൽ ആദ്യം എഴുതി വെക്കുക. എന്തോ ഒരു ആപ്പ് ഉണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതൂ. നമുക്ക് 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വലിയ വൊക്കാബുലറി ശശി തരൂർ ഇംഗ്ലീഷ് ഒന്നും നമുക്ക് ആവശ്യമില്ല. സിമ്പിൾ ഇംഗ്ലീഷ് മതി. നിങ്ങളുടെ വീട്ടിൽ 4 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളുണ്ടോ, അവരോട് ഇംഗ്ലീഷ് സംസാരിക്കുക. അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും, അവരൊരിക്കലും നമ്മളെ കളിയാക്കില്ല. വലിയ പിള്ളേരുടെ അടുത്ത് പോവാതിരിക്കുക നല്ലത്. ഈ കുഞ്ഞു മക്കളുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കുക. അവരും തിരിച്ചതുപോലെ ഒരാഴ്ച കഴിയുമല്ലോ, 7 വർക്കിംഗ് ഡേയ്സ് അവർ പറയുന്നത്. അത് അണ്ടർ പ്രോസസ്സിലായിരിക്കും, കുറെ കാര്യങ്ങളുണ്ട്, അതായിരിക്കും. ഞാൻ അന്വേഷിക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നോട്ട്സ് ഒക്കെ എങ്ങനെ പഠിപ്പിച്ചു പോവല്ലേ? നോ പ്രോബ്ലം. അത് താര ഉത്തര ഈ ഒരു ഡൗട്ടുള്ള ആരായാലും നിങ്ങൾക്ക് അത് ക്ലാസ് തുടങ്ങുമ്പോൾ മനസ്സിലാവും. ഇന്നിപ്പോ ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഫ്രൈഡേ അല്ലേ നമ്മൾ കാണുന്നേ? നെക്സ്റ്റ് ഫ്രൈഡേ നെക്സ്റ്റ് വീക്കിൽ എല്ലാ ടീച്ചർമാരും ഇതുപോലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇത് ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഉള്ള രീതിയിൽ പോയതാണ്. നമുക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടാവും, ഡൗട്ട്സ് ഇനിയും ക്ലിയർ ചെയ്യാം. ഓക്കെ,
സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരാ സൈൻ ഔട്ട് ചെയ്യാനുള്ളത്? ഞാൻ പറയാം മാം. യെസ് പ്ലീസ്. ക്ലാസ് ഇത്രയും മനോഹരമായിട്ട് തന്ന ദിശാമാമിനും രണ്ടുപേരും ഇത്രയും ക്ലാസ് മനോഹരമാക്കി തന്ന ദിശാമാമിനും എല്ലാവർക്കും നന്ദി ഞാൻ അറിയിച്ചു. ഉണ്ണിമായ Thank you to ma'am and thank you all students. Okay, bye. Have a nice day. Thank you so much. അടുത്ത ക്ലാസ് മാം എന്റെ പേരെന്നാണ് എന്തോ നെയിം ചോദിച്ചില്ലേ? ഐശ്വര്യ. താങ്ക് യു മാം. Thank you, ma'am.